ശരിക്കും ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്തു വരേണ്ട ആളായിരുന്നു. എൻ്റെ നിലപാടുകൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇടപെടേണ്ടടുത്ത് ഇടപെട്ടിട്ടുണ്ട്, എന്റേതായ ചില തമാശകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചേട്ടൻ കൊടുത്ത പകുതി കണ്ടതിന് പുറത്തേക്ക് വന്നില്ല എന്നൊരു കംപ്ലൈന്റ് ചേട്ടൻ പറഞ്ഞു. അങ്ങനെ ചെയ്തെങ്കിൽ അത് അവരുടെ മെടുക്കല്ലേ, അതല്ലേ അവരവിടെ വന്നതിന് അവരുടെ സിഗ്നേച്ചർ പതിച്ചു എന്ന് പറയാൻ പറ്റുന്ന കാര്യം. ശരിക്കും തോന്നുന്നുണ്ടോ ചേട്ടനായിരുന്നു ആദ്യത്തെ ആഴ്ച പുറത്ത് വരേണ്ടിയിരുന്ന വ്യക്തി? കുട്ടിയെന്ന് വിളിക്കരുത്, കുട്ടിയെന്ന് വിളിച്ചതാണ് ദോഷം, അതുകൊണ്ട് സ്ത്രീ എന്നേ വിളിക്കുള്ളൂ. അവിടുത്തെ ഉമ്മുമ്മ എന്നാണ് അവർ വിചാരിച്ചത്. ഒരു മാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അതാണ് ഏറ്റവും വിശാലമായ മനസ്സ്. അത്രയും നാളും ആ കണ്ടനെ വലിച്ചു നീട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്ന ഒരാണ് കിയോ കിയോ എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും സാരി തുമ്പി പിടിച്ചോണ്ട് നടക്കുകയും അപ്പൊ പിന്നെ കിച്ചണിൽ ചെന്നിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആദ്യം കയ്യിലോട്ട് ഒഴിച്ചാന്നൊക്കെ ഇങ്ങനെ നടക്കുകയും ചെയ്യുന്ന ഈ പെൺകൊച്ചിനാണ് അവിടെ വന്നത് മറ്റുള്ളവർ പേര് കളയാനായിട്ട്. ഇത്ര നാളും പോകാൻ വേണ്ടിട്ട് ബഹളം കൂട്ടി പോയി ഒരാഴ്ച വെട്ടി പാക്ക് ചെയ്ത് പോകും. ഇതാണ് ഇയാൾ ഉദ്ദേശിച്ചത്. അനീഷ് എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും അല്ലാതെ പുതിയതായിട്ടൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ കണ്ടിരിക്കുന്നത് അവരുടെ സൗഹൃദമാണ്, പക്ഷെ നിങ്ങൾ കണ്ടിരിക്കുന്ന അതിൽ വേറെയാണെന്നുള്ളത് അനുമോളുടെ സംസാരത്തിൽ നിന്നാണ് നമുക്ക് പുറം ലോകം അറിയുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവർക്കെല്ലാം വേണ്ടുന്നതെല്ലാം കൊടുത്തു, ഒരുപക്ഷെ ഞാൻ അവർക്ക് അച്ഛനെ കൊടുത്തില്ലായിരിക്കും. ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോന്നു ഔട്ടാക്കിയതിന്റെ പേരിൽ എന്നാണ് ചർച്ച വന്നത്. സുമംഗലിയായിട്ടുള്ള സ്ത്രീയെ എടുത്തുള്ള ഒരു പുരുഷന്റെ അപ്രോച്ചും അവൾ സെപ്പറേറ്റഡ് ആണ് അല്ലെങ്കിൽ ഡൈവോഴ്സ്ഡ് ആണ് എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന അപ്രോച്ചും രണ്ടാണ്. അത് വായിച്ചാൽ മനസ്സിലാവുന്നവരുണ്ടോ? ഒരു ടാസ്ക് ഒരു പ്രാവശ്യം വായിച്ചാലോ 3 പ്രാവശ്യം വായിച്ചാലോ മനസ്സിലാകത്തില്ല, പിന്നെ ഞങ്ങൾ ഡൗട്ടാ. ഒട്ടും അർഹതയില്ലാന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണ്. ഇത് സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടും രീതിയും അതാണ്. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങുമ്പോൾ നിൽക്കുന്ന ഒരു സാധനം എന്താണ്, എന്റെ ഒരു പരാതി. എന്റെ ഇൻട്രോയില് ലാലേട്ടനെ പറ്റി പറഞ്ഞ ഒരു കാര്യം അവർ പബ്ലിഷ് ചെയ്തില്ല. ഇപ്പൊ ഞാനൊരു അവസരം തരാണ് ലാലേട്ടനെ പറ്റി പറയാൻ. എന്തായിരുന്നു പറഞ്ഞിരുന്നത്? എന്തൊരു മനോഹരമായ പരാതിയാണിതെന്ന് പറയുന്ന സമയത്ത് എന്റെ പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. ഹായ്, ഹലോ, നമസ്കാരം. വെൽക്കം ടു ബിബി ടോക്സ്. ബിബി ടോക്സിൽ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരു അതിഥിയുണ്ട്, നമ്മുടെ മുൻഷിരി രഞ്ജിത്തേട്ടൻ. രഞ്ജിത്തേട്ടൻ നമസ്കാരം. നമസ്കാരം. ഓക്കെ, നമ്മുടെ അതിഥി എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ സ്വന്തം ആള് എന്ന് പറയാം. എങ്ങനെയുണ്ട് ബിഗ് ബോസിന് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ലൈഫ്? തുടങ്ങിയിട്ടുള്ളൂ എങ്കിലും. ബിഗ് ബോസിന് പുറത്തിറങ്ങിയിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ചെന്ന് കയറിയതല്ലാതെ വേറെ പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. മീമാക്കാൻ പോലും പോയില്ല. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഇതാണ്. അതിനുശേഷം എന്ന് പറയാം, അങ്ങനെ പറയാം. ഏഷ്യാനെറ്റിന്റെ ഡിജിറ്റലിനും ഏഷ്യാ ന്യൂസിനും ഒക്കെ ഇന്റർവ്യൂ കൊടുത്തിട്ട് ഞാൻ പിന്നെ ഇന്റർവ്യൂസ് പൊതുവെ ഇന്റർവ്യൂ മാത്രമല്ല, ബിഗ് ബോസ് നിന്ന് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരുടെയും എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോ നമ്മളെ പൊതിയുന്ന ക്യാമറകളൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടാണല്ലോ അവരിറങ്ങുന്നത്. ഞാൻ രാത്രി അവിടെ നിന്ന് മുങ്ങിയെന്ന് പറഞ്ഞ പോലെ എത്തിയത്. പക്ഷേ എന്റെ പ്രശ്നം അറിയോ, രഞ്ജിയുടെ ഇറങ്ങിയ ടൈം തൊട്ട് ഞാൻ വിളിക്കുന്നുണ്ട്, എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല, കയ്യിൽ ഫോണില്ല, കൊച്ചി വരുമോ ട്രിവാൻഡ്രത്ത് വരുമോ ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ഫോളോ അപ്പ് ചെയ്ത വ്യക്തി ഞാനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളൊന്ന് ഇൻഫോം ചെയ്തിട്ട് വന്നാൽ ഞങ്ങൾ ഉൾപ്പെടെ അവിടെ വന്ന് നിന്നേനെ. എന്ത് വെച്ചാൽ ആരെ അറിയിക്കാതെ. അല്ല, അങ്ങനെയല്ല. ഒന്നാമത് കാര്യം, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പുറത്താകലായിരുന്നു ഒന്ന്. രണ്ടാമത് 25 വർഷമായി ഞാൻ അഭിനയ രംഗത്ത് അല്ലെങ്കിൽ മിനിസ്ട്രി രംഗത്ത് എത്തിയിട്ട്. ഇതിനിടയിൽ എന്നെ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. ആരും കാണാതെ ഒഴിഞ്ഞ് ഒരു സൈഡിൽ കൂടെ ഒക്കെ പോയി ജീവിക്കുക എന്നുള്ളതിനപ്പുറം വലിയ താരപ്രഭയിൽ മുങ്ങി ജീവിക്കുക. പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു അഹങ്കാരമായി പോകും. പബ്ലിസിറ്റി ആളുകൾ അറിയുന്നതും നമ്മൾ സംസാരിക്കുന്നതൊക്കെ സന്തോഷം തന്നെ. അതിന് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് അങ്ങനെ ആവാതെ നമ്മൾ രഞ്ജിത്തായിട്ട് തന്നെ ജീവിക്കാൻ എത്ര കാലം പറ്റുമോ അത്രയും കാലം ജീവിക്കുന്നത് തന്നെയാണ് നല്ലത്. ഒപ്പം എൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുകയും കൂടെ വേണം. അതിന് വരുമാനം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുക, അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോകുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ബഹളത്തിലേക്ക് പോകാതെ. ഇപ്പോഴും ബഹളം എനിക്ക് ഇഷ്ടമല്ല. ബഹളം ഇല്ലാത്ത, ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന, ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തി ബിഗ് ബോസ് ഷോയിലേക്ക് എങ്ങനെ ചെന്നുപെട്ടു എന്നുള്ളതാണ് അറിയേണ്ടത്. ഒരു കാര്യം ശരിയാണ്, ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്, ഒറ്റയ്ക്കിരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണ് ഞാൻ. പക്ഷെ സംസാരിക്കാത്തതെന്ന് പറഞ്ഞാൽ അല്ല, ഞാൻ സംസാരിക്കും. എനിക്ക് എൻ്റെ അടുപ്പമുള്ളവരോട് ഞാൻ ധാരാളം സംസാരിക്കും, ധാരാളം കേൾക്കുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടും എനിക്കുള്ള ശീലമാണ്. സംസാരിക്കാൻ വളരെ ഇഷ്ടമുള്ളവരാണ്. ഒരാളിനെ കിട്ടിയാൽ നമ്മളെ കേൾക്കാൻ ആഗ്രഹമുള്ള ആരായിരിക്കണം, അല്ലാണ്ട് ഒരാളിനോട് സംസാരിച്ചിട്ടായിരിക്കും സംസാരിക്കും. പക്ഷെ ബിഗ് ബോസിൽ ചെല്ലുമ്പോൾ ബിഗ് ബോസിൽ എനിക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, ഞാനവിടെ കുറേ ചെയ്തിട്ടുമുണ്ട്.
എനിക്ക് തോന്നുന്നു ഞാൻ മറ്റേ ഈ റോഡിലൊക്കെ വെച്ചിരിക്കുന്ന AI ക്യാമറ ഇല്ലേ, ചിലത് വർക്ക് ചെയ്യത്തില്ലല്ലോ. ഞാൻ പോയ ഏരിയയിലെ ക്യാമറ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. AI ക്യാമറ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് പലതും എനിക്ക് കണ്ടിട്ടില്ല. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് അറിയാം, ഞാൻ സംസാരിക്കേണ്ടത് സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തൊട്ട് ബിഗ് ബോസ് ഷോ വരുമ്പോ കേൾക്കുന്ന ഒരു പേരാണ് മുൻഷി രഞ്ജിത്ത് എന്നുള്ളത്. ഇടയ്ക്ക് ചേട്ടൻ പറഞ്ഞു എന്നോട് പെട്ടി പാക്ക് ചെയ്ത് ഇരിക്കാൻ പറഞ്ഞു, പക്ഷെ എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞു. അത് ശരിക്കും എന്തായിരുന്നു സംഭവം? അല്ല, അത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യമല്ല, സീസൺ 5, 6 + 7 മൂന്നാമത്തെ പ്രാവശ്യമാണിത്. 5ലാണ് ഓൾമോസ്റ്റ് ഞാൻ പാക്ക് ചെയ്തത്. ശരിക്കും ഇവരുടെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ 20 പേരെ വേണമെങ്കിൽ അവർ ഒരു 5 പേരെ കൂടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പോലെ വയ്ക്കില്ലേ. ലാസ്റ്റ് മൊമെന്റിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇൻകൺവീനിയൻസോ ഡിസ്കംഫർട്ടോ വന്നു കഴിഞ്ഞാൽ അതിനൊരു അങ്ങനെയാണ് ആയിരിക്കും പലപ്പോഴും സംഭവം. ലാസ്റ്റ് ഒരു ഷഫ്ലിംഗ് ഉണ്ടാവും ലാസ്റ്റ് വീക്കിലൊക്കെ. ആ ഷഫിലിൽ ആരെങ്കിലും നിർഭാഗ്യവാന്മാർ ഔട്ടാവും. അങ്ങനെയാണ് എനിക്ക് സംഭവിച്ചത്. ഇതിപ്പോ 3ാമത്തെ വർഷം അങ്ങനെ സംഭവിച്ചില്ല. ഇത് ഞാൻ ആദ്യമേ എൻ്റെ അടുത്ത് കൺഫർമേഷൻ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയാണ്, ഞാനിത് ഡ്രസ്സൊക്കെ മാറ്റിട്ട് ഫുട്പാത്തിൽ കൊണ്ടിട്ട് വിറ്റ് മുതലാക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചു. അല്ല, ഇപ്രാവശ്യം കുഴപ്പമില്ല, ഇപ്രാവശ്യം കൺഫേം ആണ് എന്ന് പറഞ്ഞതിന് എങ്കിലും എനിക്ക് ഡൗട്ട് ഉണ്ടാവും. ഓരോ സ്റ്റെപ്പ് കഴിയുന്തോറും കുറേ നീണ്ട പ്രോസസ് അല്ലേ, ഓരോ സ്റ്റെപ്പ് കഴിയുന്തോറും അവസാനം പലതും അവർ എൻഡിലേക്കേ ഉള്ളൂ. കോൺട്രാക്ട് പോലും ഏറ്റവും ലാസ്റ്റാണ്. അത് അവിടെ ചെന്നിട്ട് കോൺട്രാക്ട് പോലും സൈൻ ചെയ്യുന്നുള്ളൂ, അതിനു മുമ്പ് സൈൻ ചെയ്തില്ല. അപ്പോൾ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും സംഭവിച്ചു, അകത്ത് കയറി. ശരിക്കും ഈ കാര്യം തുറന്നു പറഞ്ഞപ്പോ പിന്നീട് ഒരു കോൺട്രവേഴ്സി ആയിട്ട് മാറി. രഞ്ജിത്തിനെ ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ട് പറ്റിച്ചു എന്നുള്ളൊരു കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അത് ആരൊക്കെ തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, എന്നെ പറ്റിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പോഴും ഞാൻ പറയും, ഇപ്പൊ ഞാൻ ഫസ്റ്റ് വീക്കിൽ ഔട്ടായി നിൽക്കുകയാണ്. ഞാൻ ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ഷോ ആണ് അവർക്ക് വേണ്ടത്. ഷോ ചർച്ച ചെയ്യപ്പെടുക, ഷോ ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിനകത്ത് രഞ്ജിത്തിനെ നന്നാക്കാൻ വേണ്ടിയിട്ടോ ഗോവിന്ദനെ നന്നാക്കാൻ വേണ്ടിയിട്ടോ അല്ല ബിഗ് ബോസ് നടത്തുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഒരു 4-5 സീൻ അഭിനയിച്ചു സിനിമയിൽ. നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോഴത്തേനും 2-3 സീൻ കാണത്തില്ല. നമ്മൾ അഭിനയിച്ച് ചെറിയ പോർഷനെ കാണത്തുള്ളൂ. ഉടനെ അവരെന്നെ സിനിമയിൽ വിളിച്ചു, എന്നിട്ട് അവനെ അഭിനയിപ്പിച്ചിട്ട് അവരെന്നെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ചിലർ ആക്രോശിക്കുന്നതാണ്. ശരിക്കും സിനിമയാണല്ലേ പ്രധാനം. സിനിമയ്ക്ക് ആ പോർഷൻ ആവശ്യമില്ല, അല്ലെങ്കിൽ ലെങ്ത് കൂടിപ്പോയി അത് മാറ്റാമെന്ന് പറയുമ്പോൾ നമ്മളെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, സിനിമയുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മളത് ചിലപ്പോൾ നിർഭാഗ്യം നമ്മളെ ബാധിക്കുന്നത് കൊണ്ട് അങ്ങനെ സംഭവിച്ചു. അതുപോലെ ഇവിടെ തന്നെയാണ്. എപ്പോഴും ഈ സൗഭാഗ്യങ്ങൾക്ക് മുന്നിൽ തിരസ്കൃതനായി നിൽക്കാനാണ് എനിക്ക് പറ്റിയിട്ടുള്ളൂ ജീവിതത്തിൽ പലപ്പോഴും. ജയിക്കുന്നില്ലേ? അല്ല, അപ്പൊ എന്ന് പറഞ്ഞാല് ഭാഗ്യങ്ങൾ എന്ന് പറയുന്നത് വല്ലപ്പോഴും ഒക്കെ കടന്നു വന്നിട്ടുള്ളൂ. സൗഭാഗ്യം എവിടെയാണെന്ന് ഇനി ഞാൻ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എന്റെ അടുത്തേക്ക് വരേണ്ട സൗഭാഗ്യം കണ്ടുപിടിച്ചാലും കിട്ടാത്തൊരവസ്ഥയുണ്ട്. അല്ല, അല്ലെങ്കിൽ ഭാഗ്യത്തിലല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ശ്രമത്തിലും ക്ഷമയോടുള്ള കാത്തിരിപ്പിലും ഞാൻ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അല്ലെ ഭാഗ്യം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെ ലോട്ടറി എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ സമയം ശരിയാകുമെന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് കിടന്നുറങ്ങിയിട്ടില്ല. ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോഴും ഞാൻ പല സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുന്നു. നമ്മൾ ശ്രമിക്കാതെ ഏത് സമയത്ത് 60 വയസ്സിലാണെങ്കിൽ 60 വയസ്സിൽ. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് 100 ദിവസത്തേക്കുള്ള ഡ്രസ്സ് ഉൾപ്പെടെ പാക്ക് ചെയ്താണ് ചേട്ടൻ ഇവിടുന്ന് പോരുന്നത്. 1ാമത്തെ ആഴ്ച പുറത്തേക്ക് പോരുമ്പോ ആദ്യമേ ചേട്ടന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു? അതിൽ ഒരു ഡ്രസ്സ് പോലും ഇട്ടില്ല. ഞാൻ പിന്നെ വിചാരിച്ചു ചെന്നൈയിൽ എവിടെയെങ്കിലും ഫുട്പാത്തിൽ പോയിട്ട് ഇതെല്ലാം കൂടെ 100 എടുത്ത് വിട്ടിട്ട് കുറച്ച് കാശുമായിട്ട് വരാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. ഇപ്പോഴും ഡ്രസ്സ് ആ കൊണ്ടുവന്ന പെട്ടി അതുപോലെ ഇരിക്കുകയാണ്. അതിനകത്ത് തുറന്ന് എന്താ ഞാൻ കൊണ്ടുപോയതെല്ലാം ഉണ്ടോ എന്നൊന്നും ഞാൻ ഇതുവരെ നോക്കിയിട്ട് പോലും ഇല്ല. ശരിക്കും ഞാൻ ആദ്യത്തെ ആഴ്ച പുറത്തു വരാൻ വേണ്ടി പോയതല്ല. ശരിക്കും തോന്നുന്നുണ്ടോ ചേട്ടനാണായിരുന്നു ആദ്യത്തെ ആഴ്ച പുറത്ത് വരേണ്ടിയിരുന്ന വ്യക്തി എന്ന് തോന്നിയിട്ടുണ്ടോ? അത് എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് തോന്നുന്നില്ലല്ലോ അങ്ങനെ. അതിന്റെ കാരണങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കാരണങ്ങൾ എന്താണെന്നുള്ളതല്ല, ഇത് ശരിക്കും ഞാൻ ഒരാഴ്ചക്കുള്ളിൽ പുറത്തു വരേണ്ട ആളല്ലായിരുന്നു. കാരണം ഞാൻ എൻ്റെ നിലപാടുകൾ അവിടെ ഞാൻ എൻ്റെ നിലപാടുകൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇടപെടേണ്ടടുത്ത് ഇടപെട്ടിട്ടുണ്ട്, എൻ്റെതായ ചില തമാശകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എൻ്റെതായ ചില സ്കില്ല് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ പലതും മറ്റു ചില കണ്ടന്റുകൾ പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഇത് മാഞ്ഞു പോയതാവാം. അങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല. ഞാൻ ചേട്ടൻ കൊടുത്ത പകുതി കണ്ടന്റ് പുറത്തേക്ക് വന്നില്ല എന്നൊരു കംപ്ലൈന്റ് ചേട്ടൻ പറഞ്ഞു. കംപ്ലൈന്റ് അല്ല അത് കംപ്ലൈന്റ് അല്ല. ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ എവിടെയോ ഒക്കെ മിസ്സിങ് ഉണ്ടായിരുന്നു എൻ്റെ ചിലത്. കാരണം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങുമ്പോൾ നിൽക്കുന്ന ഒരു സാധനം എന്താണ്, എൻ്റെ ഒരു വരി പരാതി, അല്ലെങ്കിൽ ഒരു വരി കത്ത്. അത് ഞാൻ പുറത്തിറങ്ങിയിട്ടാണല്ലോ അത് അനുഭവിക്കുന്നത്, മനസ്സിലാകുന്നത്. ഞാൻ അതിന്റെ എല്ലാ പോസിറ്റീവ് വശങ്ങളും അനുഭവിച്ചു. വീട്ടിനകത്തിരുന്നാണെന്നേ ഉള്ളൂ, റോഡിൽ ഇറങ്ങിയിട്ടല്ല, ഫോണിലൂടെ മെസ്സേജിലൂടെ ഒക്കെ ഞാൻ അറിഞ്ഞു, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ. അത് ഞാൻ എഴുതുമ്പോൾ എനിക്ക് ലാൽ സാറിനെ അറിയിക്കാൻ മാത്രം പരാതികളൊന്നും എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ പരാതി പറയാൻ പോയ ആളല്ല. ആരെങ്കിലും കുറിച്ച് സാറേ അയാൾ എന്നെ നുള്ളി, അയാൾ എന്നെ പിച്ചെന്ന് പറഞ്ഞ് പരാതി പറയാൻ പോയതല്ല. ഞാൻ എന്തിനു പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ
മറ്റുള്ളവരുടെ വ്യക്തിത്വത്തിന് മുകളിലാണ് എൻ്റെ വ്യക്തിത്വം. അത് സ്ഥാപിച്ചെടുക്കുക, അധീശത്വം സ്ഥാപിക്കുക, അതിലൂടെ ഞാൻ എൻ്റെ യാത്ര തുടരുക. ഇതാണ് എൻ്റെ ഉദ്ദേശം. അതിനാണ് ഞാൻ പോയത്. അതിനിടയിൽ ആരെങ്കിലും എന്നെ നോക്കിയെന്നോ ആരെങ്കിലും എന്നെ കണ്ടപ്പോൾ ചിരിച്ചില്ലെന്നോ പറഞ്ഞൊരു ബാലിശമായ പരാതി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അഥവാ പരാതി കൊടുക്കണമെങ്കിൽ ആരെക്കുറിച്ച് നമ്മൾ പരാതി കൊടുക്കണ്ട. അവിടെ പ്രധാനമായിട്ടും അനീഷ്. ഫസ്റ്റ് വീക്കിൽ എല്ലാവർക്കും പരാതി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ അനീഷാണ്. ബാക്കിയുള്ളവർ വെറുതെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ. അപ്പോൾ എല്ലാവരും എനിക്കറിയാം അവിടെയുള്ള ഒരു 10 പേരെങ്കിലും അനീഷിന്റെ പേര് എഴുതുള്ളൂ. ബാക്കിയുള്ളവർക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും മറ്റുള്ളവർ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അനീഷിനെ മാറ്റി വയ്ക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും അനീഷിന്റെ പേര് എഴുതും. അപ്പോൾ 10 പേരും വന്നിട്ട് ഇയാളെ കുറിച്ച് പരാതി പറയും. ലാൽ സാർ വന്നിട്ട് അനീഷ് എഴുന്നേൽക്കൂ, എന്താണ് ഇതിന് മറുപടി പറയും. അനീഷ് എഴുന്നേൽക്കൂ, ഇതിന്റെ മറുപടി പറയും. 10 പേർക്കും 10 പ്രാവശ്യം അവൻ എഴുന്നേക്കും. 11ാമത്തെ പ്രാവശ്യം ഞാനും കൂടെ അവനെ എഴുന്നേൽപ്പിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവന്റെ പേര് പറയണ്ടെന്ന് ആദ്യം തീരുമാനിക്കുന്നു. രണ്ടാമത് പിന്നെ എന്തെങ്കിലും പേര് പറയണമെങ്കിൽ ആപ്പാടെ പറയാനുള്ളത് പിന്നെ എന്നോടൊരു വൈരാഗ്യം പോലെ പെരുമാറിയിട്ടുള്ളത് ഈ റന ഫാത്തിമ എന്ന് പറഞ്ഞ സ്ത്രീയാണ്. കുട്ടിയെന്ന് വിളിക്കരുത്, കുട്ടിയെന്ന് വിളിച്ചതാണ് ദോഷം. അതുകൊണ്ട് സ്ത്രീ എന്നേ വിളിക്കുള്ളൂ. അവിടുത്തെ ഉമ്മുമ്മ എന്നാണ് അവര് വിചാരം. അതൊരു സൈഡിൽ കിടക്കട്ടെ. അവിടുത്തെ മൂത്തുമ്മ അവര് ആണ്. അപ്പൊ അവരെ കുറിച്ച് പരാതി എനിക്കൊരു ഇരയല്ല. അവര് ഫേസ് ടു ഫേസ് സംസാരിക്കാൻ പോലും ഇല്ല, പിന്നെ ശബ്ദവും ഇല്ല. അവർ കിയോ എന്ന് ജീവീട് കരയുന്ന പോലുള്ളൊരു സൗണ്ടും. അപ്പൊ അവരുടെ നിന്ന് സംസാരിക്കാണ് ജെൻസിയാണ്. ഞാനത് അവരുടെ തന്നെ വിളിച്ചിരുത്തി സംസാരിച്ചിട്ടുണ്ട്. ജെൻസി കുട്ടികൾ, ഞാനൊരു 14-15 വയസ്സുള്ള കുട്ടികളുടെ ഞാൻ എല്ലാവരോടും സംസാരിക്കുമ്പോൾ അവരുടെ കാഴ്ചപ്പാടുകളും ചിന്തകളും നമ്മളെ അമ്പരപ്പിക്കുന്നതാണെന്നേ. ഈ ജെൻസി എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ അവർ തടയാനൊന്നും പറ്റില്ല. അവർ ചെറുതാണെന്ന് അവർ ചിലപ്പോൾ നമ്മളെ തന്ത വൈബെന്നോ മാങ്ങാതെ എന്നൊക്കെ പറയും. അതിനകത്തൊന്നും കാര്യമില്ല. തന്ത ഉണ്ടെങ്കിലേ മക്കളുള്ളൂ, അതൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അവരുടെ കാഴ്ചപ്പാട് ഭയങ്കരമാണെന്ന്. അവര് നമ്മൾ ചിന്തിക്കുന്നതിന്റെ എത്രയോ ഉയരം ചിന്തിക്കുന്ന പിള്ളേരുണ്ട്. ഈ 29-20 വയസ്സുണ്ടെന്ന് പറയുന്നത് അവരുടെ ആ പ്രായമൊന്നും വേണ്ട. 14, 15, 13 വയസ്സ് പോലും മേപ്പെട്ടുള്ള കുട്ടികളെല്ലാം നല്ല സംസാരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഞാൻ സംസാരിച്ചിട്ടുണ്ട് പല ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ. അപ്പൊ അവരെ പ്രതിനിധീകരിച്ച് വന്നിട്ട് കിയോ എന്ന് പറഞ്ഞ് ആരുടെയെങ്കിലും സാരി തുമ്പി പിടിച്ചോണ്ട് നടക്കുകയും അപ്പൊ പിന്നെ കിച്ചണിൽ ചെന്നിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആദ്യം കയ്യിലോട്ട് ഒഴിച്ചാന്നൊക്കെ ഇങ്ങനെ നടക്കുകയും ചെയ്യുന്ന ഈ പെൺകൊച്ചിന്തിനാണ് അവിടെ വന്നത് മറ്റുള്ളവർ പേര് കളയാനായിട്ട്. അവര് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. അല്ല, അങ്ങനെ ചോദിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും വൈറൽ കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടാണ് ബിഗ് ബോസിലേക്ക് വരുന്നത്. അപ്പൊ എന്തിനു വന്നു എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ ആര് സെലക്ട് ചെയ്തു എന്നുള്ള ചോദ്യം അവിടെ വരുന്നില്ലല്ലോ. ആര് സെലക്ട് ചെയ്തെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. കാരണം സെലക്ട് ചെയ്തത് ബിഗ് ബോസ് അല്ലേ. അതുകൊണ്ട് എന്തിനു വന്നു അവര് ചിന്തിക്കണം. ഞാൻ എന്തിനു ഇവിടെ വന്നു അവരല്ലേ ചിന്തിക്കേണ്ട. അവർ ചിന്തിക്കണം. അവർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ. ആദ്യത്തെ ദിവസം ഞാൻ അവരെ കണ്ടപ്പോഴാണ് ഞാൻ അവരുടെ കുട്ടി ഏത് നഴ്സറി സ്കൂളിൽ പഠിക്കുന്നു എന്ന് ചോദിച്ചത്. സ്വാഭാവികമായും നമ്മളൊരു തമാശ ഫസ്റ്റ് ഡേ വന്നിട്ട് ഒരാളുടെ അടുത്ത് ചെന്ന് കാണുമ്പോൾ തന്നെ ഫൈറ്റ് ചെയ്യാൻ മാത്രം ഞാൻ അനീഷല്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെ അല്ല ഞാൻ ജീവിച്ചിട്ടുള്ളത്. ഇനി അങ്ങനെ ഷോ ആണെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നതിന് ഒരു ലിമിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു കൗതുകം കൊണ്ട് നമ്മൾ ചോദിച്ചതാണ്. അത് ആദ്യത്തെ ദിവസം, ആദ്യത്തെ കണ്ട മണിക്കൂർ, ഞാൻ ഇറങ്ങുന്ന മണിക്കൂറിലും അവരുടെ മനസ്സിൽ അവർക്ക് പരാതി ഇതേ ഉള്ളൂ. 7 ദിവസം കഴിഞ്ഞപ്പോഴും. അപ്പൊ അതിനപ്പുറം ഒരു വളർന്നിട്ടില്ലെന്നല്ലേ ഞാൻ അർത്ഥം. 7 ദിവസം. ഇപ്പൊ അനീശ്വരൻ തന്നെ അവിടെ പറയുന്നുണ്ട്, എന്നെ മുൻഷി രഞ്ജിത്ത് എന്തെങ്കിലും വിളിക്കുന്നെങ്കിലും ഒന്നിലെ മുൻഷിന്നോ അല്ലെങ്കിൽ രഞ്ജിത്തിനോ വിളിച്ചോ എന്നുള്ള. അപ്പം ആ കുട്ടി അടുത്ത വായിക്ക് പിന്നെ രഞ്ജിത്ത് എന്ന് വിളിച്ചു തുടങ്ങി. അപ്പം അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള അത്രയും ഒരു ഓപ്പൺ മൈൻഡുള്ള ഒരു കുട്ടിയായിട്ട് കണ്ടാൽ മതിയായിരുന്നു എന്നില്ലേ? അല്ല, രഞ്ജിത്ത് എന്ന് ഒരു പ്രാവശ്യം എന്തോ വിളിച്ചുള്ളൂ. പിന്നെല്ലാം രഞ്ജിത്തേട്ടാന്ന് വിളിച്ചു. അവരെന്റെ അടുത്ത് വന്ന് പറഞ്ഞു എന്റെ ഉമ്മയൊക്കെ കാണുന്നതാണ്, അതുകൊണ്ട് ഞാൻ റെസ്പെക്ട് ചെയ്തില്ല എന്ന് അവർ പറയും, അതുകൊണ്ട് ചേട്ടാന്നേ വിളിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു നീ എന്തെങ്കിലും വിളിയാതെ എന്റെ അടുത്ത് അധികം സംസാരിക്കാനൊന്നും വരണ്ട, വേറെ ഏതെങ്കിലും ഏരിയയിൽ പോകുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘർഷം ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇങ്ങോട്ട് വരുന്ന സംഘർഷത്തിനെ ഡിബേറ്റ് ചെയ്യാന്നുള്ളതിനപ്പുറം ഞാനായിട്ടൊരു സംഘർഷം ഉണ്ടാക്കുന്നില്ല. അപ്പൊ സംഘർഷ മേഖലയിൽ നിന്ന് അറിയിക്കുക. അല്ല, ബിഗ് ബോസ് ഷോ എന്ന് പറയുമ്പോൾ സംഘർഷത്തിന്റെ ഒരു സംഘർഷം ഉണ്ടാക്കാൻ അവിടെ ആളുകളുണ്ടല്ലോ. 20 പേരും കൂടെ സംഘർഷം ഉണ്ടാക്കി ഈ സംഘർഷം എവിടെ ചെല്ലും? സംഘർഷത്തിന് ഇപ്പൊ 1 മണിക്കൂർ ഷോ കാണിക്കും, ടിവിയിൽ കാണിക്കുകയാണെങ്കിൽ അതിന് 50 മിനിറ്റിന് സംഘർഷം കാണിച്ചിട്ട് വരും. 10 മിനിറ്റ് മിച്ചമുള്ള സമയം മതി. ശരിക്കും അക്ബറുമായിട്ട് പുറത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? അക്ബർ ആദ്യം ചെന്നപ്പോ പോലെ എന്നെ കോർണർ ചെയ്തോണ്ടിരിക്കും. അപ്പൊ കാരണം അവര് വിചാരിക്കുമല്ലോ ഇവനെ സൂക്ഷിക്കണം. അപ്പാനി ഞാനുമായിട്ട് നല്ല അടുപ്പത്തിലാണ്. അപ്പാനിക്ക് എന്നോടൊന്നും പറയാൻ പറ്റത്തില്ല. ഇവർ രണ്ടുപേരും കൂടാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് ഡെയിലി പ്ലാനിങ് ആണ്. നിങ്ങൾ കാണുന്നതിനൊക്കെ കൂടുതൽ പ്ലാനിങ് ആണ് അവിടെ. രണ്ടുപേരും കൂടെ കുശ് ആണ് രണ്ടുപേരും. ഈ കുശുകൾ വെറുതെ കുശുശി പോകുന്നതല്ലാതെ ഒന്നും ഏറ്റിട്ടില്ല. ഒരു പ്ലാൻ പോലും നടന്നിട്ടില്ല. ഒന്നാമത് അവരുടെ ഈ പൂഞ്ഞപുള്ളി പുറത്ത് പ്ലാനിൽ ഇവർ രണ്ടുപേരും കൂടെ ഉറക്കം കളഞ്ഞിട്ട് കുറെ പണിഞ്ഞു. അത് പൊളിച്ചു കൊടുത്തത് ഞാനാണ്. അപ്പോൾ അത് കാരണം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒന്നും നടക്കത്തില്ല. എന്നെ അവര് അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ സമ്മതിക്കാത്തത് കൊണ്ട് എന്നെ നോമിനേറ്റ് ചെയ്തു.
ഞാൻ അവിടെ വന്നപ്പോഴത്തേക്ക് പിന്നെ എന്നെ ക്യാൻവാസ് ചെയ്യാൻ പോയി. ചേട്ടൻ കിടന്നു, ചേട്ടൻ ഞങ്ങളൊന്നും ചെയ്യത്തില്ല, വേറെ ആരെങ്കിലും കിടത്തി കഴിഞ്ഞാൽ ഞാൻ പൊക്കി എടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാരണം നീ ആരെയും പൊക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ഫസ്റ്റ് ഡേ ഫുൾ ഉറങ്ങാതിരുന്നത്. അന്ന് രാത്രി ഞാൻ ചില പെർഫോമൻസും ഒക്കെ ആയിട്ടിരുന്നൊക്കെ അങ്ങനെയാണ്. അപ്പൊ അത് പൊളിച്ച് അതൊക്കെയുള്ള കുറേ ദേഷ്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എവിടെ കിട്ടിയാലും എനിക്കെതിരെ ഒരു ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം ഇതെല്ലാത്തിനെയും ഞാൻ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇത് എവിടെയാണ് കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അക്ബറുമായിട്ട് ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കാനുള്ള സമയമായി എന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ യുദ്ധം ഇനി വീട്ടിൽ ചെന്നിരുന്ന് ചെയ്താൽ മതി എന്നുള്ളതായിരുന്നു ബിഗ് ബോസിന്റെ തീരുമാനം. ഈ അക്ബറിനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു തുടങ്ങുമ്പോൾ കുറെ കംപ്ലൈന്റ്സ് പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന്, രേണു സുധീനെ അങ്ങനെ ഒരു പേര് ഞാൻ വെച്ചെന്ന് പറയേണ്ടി വന്നു അവിടെ ഇരുന്ന മോർണിംഗ് ടാസ്കിൽ. ശരിക്കും അതിനകത്ത് ഓമന പേര് എന്നാ പറഞ്ഞത്. പല പേരുകളും വിളിച്ച ആളുകളുണ്ട്. നമുക്കിപ്പോ നമ്മളെ കളിയാക്കിയിട്ട് എന്തെല്ലാം പേരുകൾ വിളിക്കുന്നു. ആ പേരിനൊക്കെ വിളിക്കാൻ പറ്റണ്ടേ? ഓമന പേരെന്ന് പറഞ്ഞാൽ വിളിക്കാനും കൂടെ പറ്റുന്ന പേരായിരിക്കണം, പരസ്യമായിട്ട് വിളിക്കാനും കൂടെ പറ്റുന്ന പേരായിരിക്കണം. അപ്പൊ പേര് പറഞ്ഞ് ഒരു പേര് കൊടുത്ത് അവരെ അതിലൂടെ തോൽപ്പിച്ച് കളയാം എന്ന് വിചാരിക്കുന്ന ഒരു മാനസികാവസ്ഥ അത് വെറും മോശമായി പോയി. പിന്നെ എനിക്ക് തോന്നിയത് രേണു സുധീനെ വിളിച്ചത് മോശമാണ്, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. എങ്കിൽ പോലും ഒരു മാപ്പെന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതാണ് ഏറ്റവും വിശാലമായ മനസ്സ്. അത്രയും നാളും ആ കണ്ടനെ വലിച്ചു നീട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ രേണു സുധിക്ക്? ചേട്ടന്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ്? അവർക്ക് പിടിച്ചിരിക്കണ്ടേ? വേറെ അവിടെ വന്നതിന് ശേഷം ഈ ഇങ്ങനൊരു പേരല്ലാണ്ട് അവർക്ക് വേറെ ഒന്നും കിട്ടിയില്ല കയ്യിൽ. അവർക്കൊന്നും കൊടുക്കാനും പറ്റിയില്ല. അത് മറ്റോ കൊണ്ട് തന്നാ അതിനെ കുറച്ചാൾ തള്ളിക്കൊണ്ട് പോയില്ലേ പിന്നെ അവരുണ്ടെന്നുള്ള ആരെങ്കിലും അറിയണ്ടേ? അതായത് ഈ ഊർദ്ധശ്വാസം വലിച്ചു കിടന്ന ഒരാളിന് ഇച്ചിരി കൃത്രിമശ്വാസം കൊടുത്ത പോലെ ഈ പേര്. അത് കഴിഞ്ഞ് അവിടെ ഒരു ദിവസം ഒരു തലവേദന. ഞാനുണ്ടായിരുന്ന വീക്കിൽ ഈ രണ്ട് സംഭവങ്ങളല്ലാതെ രേണു സുധിയുടെ പ്രസൻസ് ആരും അറിഞ്ഞിട്ടില്ല. പിന്നെ അതുകൊണ്ട് അവരത് നീട്ടി. അത് പിന്നെ അത് ചർച്ചയാകുന്നു എന്നുള്ളത് ബിഗ് ബോസിന് മനസ്സിലായപ്പോൾ ആ ബിഗ് ബോസും അതിന് ഒരാഴ്ച അയാൾക്ക് സമയം കൊടുത്തു. പുറത്തു പോയി എന്താ അവരുടെ പുറകിന് പോയി ക്ഷമ വാങ്ങിച്ചെടുക്കൂ. അപ്പൊ അതിന്റെ ഒരു പ്ലേ ആ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാത്തത് എന്തുകൊണ്ടായിരുന്നു? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. അപ്പോഴാണ് ഞാൻ എന്തിനാണ് അവിടെ പോയത്. അല്ല തീർച്ചയായിട്ടും നമ്മളെ ശരിക്കും ഞാൻ പറഞ്ഞല്ലേ, എല്ലാവരും ഈ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും കണ്ടന്റ് പോലെ ഒരു എവിടെന്നെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ച് അതിലേക്ക് ഒരു ആഴ്ന്നിറങ്ങി അതിനെ ഒരു വലിപ്പിച്ച് കാണിച്ച് അങ്ങനെ പോവുക എന്നുള്ളൊരു സംഭവത്തിലേക്ക് ആ ആദ്യത്തെ വീക്കിലൊക്കെ എത്തിപ്പെട്ടില്ല. ആദ്യത്തെ വീക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അനീഷ് എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും അല്ലാതെ പുതിയതായിട്ടൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അവിടെ തന്നെ ഞാൻ ഈ അപ്പാനിയൊക്കെയാണ് അത് കയറ്റിപ്പിടിച്ച് വലുതാക്കുന്നത്. ഞാൻ അത് അവരുടെ അടുത്തൊക്കെ എപ്പോഴും പറയും, നിങ്ങൾ ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, രണ്ടാമത്തെ ദിവസം മുതൽ ഞാൻ ശരത്തിൻ്റെ അടുത്തൊക്കെ പറയും, നിങ്ങൾ അനീഷിനെ ചുറ്റും കിടന്ന് കറങ്ങുകയാണ്. ഇത് അനീഷ് ഇല്ലെങ്കിൽ ബിഗ് ബോസ് ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാറിയിട്ട് വേറെ എന്തെങ്കിലും സംഭവങ്ങളിലേക്ക് തിരിക്കുക, ശ്രദ്ധ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവൻ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് എല്ലാവരും കൂടെ മാറി അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും കൃത്യമായിട്ട് വേറെ എന്തെങ്കിലും പാട്ട് പാടുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തമ്മിൽ അങ്ങോട്ട് ഒരു വാഗ്വാദം ഉണ്ടാക്കുക. അങ്ങനെ കുറച്ചൊക്കെ മാറി. പക്ഷെ എങ്കിലും ഒരു കാര്യം തന്നെ ഒരു 20-30 പ്രാവശ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവന്മാർക്കൊക്കെ ചൊറിയും. കാരണം ഇവന് പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ അവരുടെ ഉദ്ദേശം. വീണ്ടും ഇവിടെ ഇങ്ങോട്ട് വരും. അങ്ങനെ തന്നെ പലപ്പോഴും സംഭവിച്ചു. ഞങ്ങളെ കിച്ചണിൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം കിച്ചണിൽ നിന്ന് കയറുക. രാവിലെ നേരത്തെ എഴുന്നേക്കുന്ന ശീലമുണ്ട്. അത്യാവശ്യം ഇച്ചിരി കുറച്ച് നടക്കുക, അത് കഴിഞ്ഞിട്ട് കിച്ചണിൽ വന്ന് കയറുക. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളാണ് പ്രധാനം. അതിനിടയിൽ പോയി അവിടെ പോയി ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി ഒരു പ്രശ്നം ഉണ്ടാക്കി കളയാം എന്നുള്ളതിനുള്ള സമയം വളരെ കുറവാണ്. അത് ഫ്രീ ടൈം കുറവാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. നൈറ്റ് കിടന്നുറങ്ങുന്ന സമയം, ആ സമയത്ത് കിടന്നുറങ്ങണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ള പിന്നെ ഞാൻ ചിന്തിക്കുമ്പോൾ കോണ്ടന്റ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ അവിടെ ഉണ്ടായിരുന്നു പലതും. മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ വിട്ട ചില സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാമായിരുന്നു. അവിടത്തേക്കൊക്കെ എത്താൻ നമ്മളിപ്പം ഞാൻ മനസ്സിലാക്കിയത് ഒരു സ്റ്റാർട്ടിംഗ് ബ്ലോക്ക് ആണ്. നമ്മളൊരു ഒരു മത്സരത്തിന് പോകുമ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൽ ഇപ്പോൾ വിസിലടിക്കാൻ തുടങ്ങും. ആ ബ്ലോക്കിലാണ് നമ്മൾ നിന്നത്. അവിടെ വെച്ച് നമ്മൾ മറ്റേ ഫൗളായി ഔട്ടായതുപോലെ. വേണ്ടിയിരുന്നില്ല എന്ന് തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ രഞ്ജിത്ത് ഞാൻ പറഞ്ഞല്ലോ, രഞ്ജിത്ത് അല്ലെങ്കിൽ മറ്റൊരാളോ അല്ല, ഷോ ആണ് പ്രധാനം. ഷോ ചർച്ച ചെയ്യപ്പെടുക, ഷോ നന്നായിട്ട് കൊണ്ടുപോവുക, അതാണ് പ്രധാനം. അതില് രഞ്ജിത്തേട്ടൻ പുറത്തു വന്നതിന് ശേഷം കുറേ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട്. അതിൽ പറഞ്ഞത് ഇത്ര നാളും പോകാൻ വേണ്ടിയിട്ട് ബഹളം കൂട്ടി പോയി ഒരാഴ്ച കഴിഞ്ഞ് പെട്ടിയും പാക്ക് ചെയ്ത് പോകുന്നു, ഇതാണോ ഇയാൾ ഉദ്ദേശിച്ചത് എന്നുള്ളൊരു ചർച്ച വന്നിട്ടുണ്ടായിരുന്നു. അത്തരം കമന്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു.
ഞാൻ അങ്ങനെ കമൻറ്റുകളുടെ പുറകെ അങ്ങനെ പോകുന്നില്ല. കാരണം അത് ഒന്നും അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. എൻ്റെ അടുത്ത് പല സുഹൃത്തുക്കളും കമൻറ്റ് വായിച്ചിട്ട് എൻ്റെ അടുത്ത് പറയും, അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകളോട് പ്രതികരിക്കാനോ അത് മനസ്സിൽ കയറ്റാനോ പോയി കഴിഞ്ഞാൽ അതൊരു നല്ല ശീലമായിട്ട് എനിക്ക് തോന്നാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ കൂടുതൽ പേര് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് പറഞ്ഞതായതുകൊണ്ട് ഞാൻ അതാണ് ഇപ്പോൾ മനസ്സിൽ വെച്ചിരിക്കുന്നത്. ഞാനത് ഇപ്പോൾ ഒരു നല്ല മനുഷ്യനാണെന്നൊക്കെ ഉള്ള രീതിയിലുള്ള കൂടുതൽ പേരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പേരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ അങ്ങനെ തന്നെ കിടക്കട്ടെ. നല്ല തെറ്റിദ്ധാരണകൾ എന്തിനു മാറ്റണം, അങ്ങനെ തന്നെ കിടക്കട്ടെ എന്നുള്ളത്. ഇപ്പം ശരത്തുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ ഈ ആഴ്ച ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ശരത്തും ബിൻസിയും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റിയാണ്. ഞങ്ങൾ കണ്ടിരിക്കുന്നത് അവരുടെ സൗഹൃദമാണ്, പക്ഷെ നിങ്ങൾ കണ്ടിരിക്കുന്നത് അതിൽ വേറെയാണെന്നുള്ളത് അനുമോളുടെ സംസാരത്തിൽ നിന്നാണ് നമുക്ക് പുറം ലോകം അറിയുന്നത്. ശരിക്കും അപ്പാനിയും ബിൻസിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ചേട്ടൻ എങ്ങനെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു? ഞാനുണ്ടായിരുന്നു ആദ്യത്തെ ആഴ്ച അങ്ങനെ അവരൊരു റിലേഷനും ഇല്ലായിരുന്നു. കാരണം എല്ലാവരുമായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാലേ എനിക്ക് പറയാൻ പറ്റും. അക്ബറും ശരത്തും തമ്മിലാണ്, അവരാണ് ചൊറിഞ്ഞുകൊണ്ടിരുന്നത് എപ്പോഴും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഓരോ പ്ലാൻ ചെയ്യാനായിട്ട് ഓരോ പെൺകുട്ടികളെ വിളിച്ച് മാറ്റി ഇരുത്തിയിട്ട് അവർ സംസാരിക്കും. അതെല്ലാം ഇവിടെ അവരുടെ ഒരു ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് സംസാരിച്ചതേ ഉള്ളൂ. അല്ലാതെ വിൻസിയുമായിട്ട് ഒരു ഇൻറ്റിമസി ഉണ്ടായതായിട്ട് ഫസ്റ്റ് വീക്കിലുണ്ടായിരുന്നില്ല. ഞാൻ മാറിയതിന് ശേഷമാണ് അതൊക്കെ സംഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല വളരെ അടുത്ത അവരെ എവിക്റ്റ് ആകുന്നതിന്റെ 2-3 ദിവസത്തിനിടയിൽ വന്ന് സംഭവിച്ച ഒരു ഡെവലപ്മെന്റ്. ചർച്ചകൾ തുടങ്ങി. എവിക്റ്റ് ആയപ്പോൾ ഉണ്ടാകാതെ അവരുടെ ഇമോഷൻസ് കണ്ടിട്ടൊക്കെയാണ് അതിനെ ചർച്ചകളാക്കിയെന്ന് തോന്നുന്നു. അത് അങ്ങനെ ഒരു പിന്നെന്താ ഒരു ഇന്റിമസി ഡെവലപ്പ് ചെയ്യാനുള്ള ടൈമൊന്നും അവിടെ ആയിട്ടില്ല. അതിനൊന്നും സംഭവിച്ചിട്ടും ഉണ്ടായില്ല. ഇപ്പം പലപ്പോഴായിട്ട് ജിസേലിന് കുറച്ച് പ്രയോറിറ്റി കൂടുതൽ ബിഗ് ബോസ് സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ജിസേല് ഞാൻ എൻ്റെ അടുത്ത് ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ അടുത്ത് ചോദിച്ച ഭാവിയിൽ നിൽക്കാൻ സാധ്യതയുള്ള കണ്ടസ്റ്റന്റിൽ പ്രധാനപ്പെട്ട ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ജിസേലിൻ്റെ പേരാണ് പറഞ്ഞത്. ജിസേലിൻ്റെ പേര് പറയാൻ കാരണം ജിസേലിൽ അവർക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ ഒരു മോഡൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പിക്ചറുണ്ട് മനസ്സിൽ. കറക്റ്റ് പിക്ചറാണ് അവരെ തന്നെ ബിഗ് ബോസിൽ നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യാണ്. നമ്മളുടെ ചിന്തകളും നമ്മുടെ ആശയങ്ങളും മാത്രമല്ല, നമ്മുടെ ശരീരവും നമ്മൾ പ്രസന്റ് ചെയ്യപ്പെടുകയാണ് അവിടെ. അത് കൃത്യമായി പ്രസന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള അതങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതിനുവേണ്ടി അവിടെ കൊച്ചു കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റൂൾസ് ബ്രേക്ക് ചെയ്യാത്ത അവിടെ ആരാണുള്ളത്? ഏറെക്കുറെ വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ. ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ല, അവിടെ തെരുവിളിയും കഴുത്തിന് കുത്തി പിടിക്കൽ എന്തൊക്കെ നടക്കുന്നല്ലോ. അതൊന്നും അവിടെ അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഒരു ഗെയിമിന് ബസർ എന്ന് പറഞ്ഞാൽ എൻഡ് ബസർ കഴിഞ്ഞാലും പിന്നെ മത്സരത്തിൽ പങ്കെടുക്കുന്നവരുണ്ട്. അതൊക്കെ അവിടെ സ്ഥിരമായിട്ട് നടക്കുന്നു. റൂൾസ് ബ്രേക്ക് ചെയ്യാത്തവരുണ്ട്. ബസർ അടിച്ചു കഴിഞ്ഞ് ഞാൻ മാറി നിന്നപ്പോഴത്തേക്ക് പിന്നെ കൈ ഇട്ട് കോയിൻ എടുത്തുകൊണ്ട് പോയ ടീമുകളാണ് അവിടെ പിന്നെ മിടുക്കരായിട്ടുള്ളത്. അപ്പൊ അന്നേരം എനിക്ക് മനസ്സിലായി ഇതൊക്കെ കുറച്ച് കള്ളത്തരങ്ങളും കൂടെ കാണിക്കണമെന്ന്. അപ്പൊ റൂൾസ് ബ്രേക്ക് ചെയ്യലൊന്നുമില്ല. അപ്പൊ ഗിസേലിനെ സംബന്ധിച്ചിടത്തോളം അവര് ഇടപെടേണ്ട കാര്യങ്ങൾ ഇടപെടുകയും സംസാരിക്കേണ്ടത്, പിന്നെ ആ സംസാരമൊക്കെ കേൾക്കാൻ രസമുണ്ട്. നമ്മൾ സാധാരണ മലയാളികൾ ഞാൻ അവരുടെ പുറകിൽ നമുക്ക് മലയാളം അറിയില്ലല്ലോ. ഞാൻ ഗിസലിന്റെ പുറകിൽ കുറെ പ്ലേ ആണ്. ഞാൻ അവിടെ പറഞ്ഞു അവിടുത്തെ വാക്കാണ്. ഇപ്പൊ ശരത്തിനെ ഗുണ്ട എന്ന് വിളിച്ചു. അപ്പൊ നീ ഗുണ്ടിയാവണം എന്ന് പറഞ്ഞു. ഞാൻ കുട്ടിയാണ് തനിയെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പൊ ഞങ്ങൾ ഇതെല്ലാം ചിരിച്ചു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു കൊടുത്തു ഗുണ്ടിയാൽ അങ്ങനെ ഒരു വാക്ക് മലയാളത്തിലില്ല, റൗഡി എന്നാക്കണം. അപ്പൊ അങ്ങനെ പിന്നെ റൗഡി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഗിസലിനെ ഞാനൊന്ന് ആശ്ലേഷിച്ചോട്ടെ. പക്ഷേ അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ, അങ്ങനെ ഒരു വാക്കില്ലല്ലോ. വിരഞ്ജിത്ത് പറയുന്ന മലയാളം വേറെയാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ പറഞ്ഞു കൊടുത്തു ഹഗ് ചെയ്യാന്ന് പറയില്ലേ, ഇതാണിത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ എവിടെയെങ്കിലും കാണുമ്പോൾ ഞാൻ അന്ന് ആശ്ലേഷിക്കട്ടെ എന്ന് പറഞ്ഞ് പുറകിന് ഓടുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്ലേയും അങ്ങനെ ഈ മലയാളം ഭാഷ അറിഞ്ഞുകൂടാത്തതിന്റെ ഒരു രസകരമായ സംഭവങ്ങളൊക്കെ അവിടെ ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മലയാളം ബിഗ് ബോസ് ആണ്, മലയാളത്തിൽ സംസാരിക്കണം, മലയാളത്തിലെ ടാസ്കുകളൊക്കെ വരുന്ന ഒരു ഷോയാണ്. ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് ചെയ്യും മലയാളത്തിൽ സംസാരിക്കാം. അങ്ങനെയുള്ള ഒരു ഷോയിലേക്ക് മലയാളം കുറച്ച് അറിയാവുന്ന ഒരു കുട്ടി, മലയാളം വായിക്കാൻ വ്യക്തമായിട്ട് അറിയില്ല, പറയാൻ അറിയില്ല, അങ്ങനെ ഒരാളെ കൊണ്ടുവരുമ്പോൾ അതിൽ എത്രമാത്രം യോജിക്കുന്നുണ്ട്? ഇത് ശരിക്കും ഈ പറഞ്ഞ ബാക്കി മലയാളത്തിൽ ഇരുന്ന് മലയാളം മീഡിയം പഠിച്ച് മലയാളിയായിട്ട് വളരുന്ന ബാക്കി ഒരാൾ കഴിഞ്ഞ് ബാക്കി 19 പേരിൽ എത്ര പേർക്ക് നന്നായിട്ട് മലയാളം വായിക്കാമെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും ഈ മലയാളത്തിനെ പൊക്കി പിടിക്കുന്നതിന്റെ കഥ. അവിടെ കൃത്യമായിട്ട് നല്ല രീതിയിൽ അത് വായിച്ചാൽ മനസ്സിലാവുന്നവരുണ്ടോ? അവരൊരു ടാസ്ക് ഒരു പ്രാവശ്യം വായിച്ചാലോ 3 പ്രാവശ്യം വായിച്ചാലോ മനസ്സിലാകത്തില്ല, പിന്നെ അങ്ങ് ഡൗട്ടാ. അപ്പൊ അതുകൊണ്ട് കാര്യമൊന്നുമില്ല.
അവരുടെ ഒരു മലയാളം കേൾക്കാൻ ആളുകൾക്ക് രസമാണ്. അത് തന്നെ എൻ്റെ ഒരു ഈ മലയാളികൾ സൈഡല്ലേ. ഞാൻ ഗിസൈലിന്റെ സൈഡ് എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഗിസൈൽ അങ്ങനെ ഒരു മെറ്റീരിയലാണ്. അവിടെ നമുക്ക് ഗിസൈലിനെ ശ്രദ്ധിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. സംസാരം, അവരുടെ ഒരു അപ്പിയറൻസ്, പിന്നെ ഈ പറഞ്ഞാല് എന്നെ പോലെ തന്നെ ആവശ്യമില്ല അവിടെ ചെന്നിട്ടൊരു വഴക്കുണ്ടാക്കാൻ പോകാതെ നീ നുണച്ചിയാണ്, നീ കള്ളം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായിട്ട് പോകത്തില്ല. ഇങ്ങോട്ട് വരുന്നതിനെ ഡിഫെൻഡ് ചെയ്യാന്നുള്ളതല്ലാണ്ട് അവർ വേറെ ഒന്നിനും പോകത്തില്ല. ഒരു നല്ല പേഴ്സണാലിറ്റി ആണ്. അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഗിസൈലിനെ, അല്ലാതെ ഗിസൈലിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ആദ്യം കണ്ടപ്പോഴത്തേക്ക് ഇതാ എൻ്റെ അത്രയും ഹൈറ്റും ഉണ്ട്. ഞാൻ ബാക്കിയുള്ള പെൺപിള്ളേരെല്ലാം താഴോട്ട് നോക്കിയാൽ മതി, ഇതിനെ മാത്രം. പക്ഷേ ജിസേല് കുറച്ച് മറ്റു പലരെ കൊണ്ടും ഗെയിം കളിപ്പിക്കുകയാണ് എന്നുള്ളൊരു ടോക്ക് ഉണ്ട്. ഈ പറയുന്ന ആര്യനാണെങ്കിലും ഒനിയൻ സാബു ആണെങ്കിലും അക്ബറിനെ കൊണ്ടും ഒക്കെ ആണെങ്കിലും ജിസേല് ഗെയിം കളിപ്പിക്കുന്നു എന്നൊരു ഗ്രൂപ്പിസം വളരുന്നുണ്ട് എന്നുള്ളതുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ബിഗ് ബോസിന്റെ ഉള്ളിൽ ഉണ്ടോ? അത് അങ്ങനെ ചെയ്തെങ്കിൽ അത് അവരുടെ മെടുക്കല്ലേ. അതല്ലേ അവരവിടെ വന്നതിന് അവരുടെ സിഗ്നേച്ചർ പതിച്ചു എന്ന് പറയാൻ പറ്റുന്ന കാര്യം. അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ബുദ്ധിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ കറക്റ്റായി. അതാ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അവരല്ലേ ഇത് നമ്മൾ ഇരയാക്കപ്പെടുക, ആർക്കെങ്കിലും ഇരയാക്കപ്പെടാതിരിക്കുക. ഞാൻ അവിടെ എൻ്റെ അടുത്ത് ചോദിച്ചു, ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ട് നിങ്ങൾ എന്താണ് മൂന്നാമത്, അത് നമ്മൾ ആർക്കെങ്കിലും വേണ്ടി ഇരയാക്കപ്പെടാതിരിക്കുക, നമുക്ക് വേണ്ടി ആരെങ്കിലും വരുമെന്ന് കരുതി കാത്തിരിക്കാതിരിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, 3 കാര്യങ്ങളാണ് ഞാൻ അവിടെ പറഞ്ഞത്. അവിടെ ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യം. ചേട്ടനൊരു പ്രധാന കംപ്ലൈന്റ് എന്നോട് ഡിസ്കസ് ചെയ്തു. ഞാൻ എൻ്റെ ഇൻട്രോയില് ലാലേട്ടനെ പറ്റി പറഞ്ഞ ഒരു കാര്യം അവർ പബ്ലിഷ് ചെയ്തില്ലാണ്. ഇപ്പൊ ഞാനൊരു അവസരം തരാണ് ലാലേട്ടനെ പറ്റി പറയാൻ. എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഞാനത് കംപ്ലൈന്റ് അല്ല, അത് പുറത്ത് വന്നില്ല. കാരണം നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരാൾക്ക് വെച്ചിരിക്കുന്ന സമയമുണ്ടല്ലോ കുറച്ച്, ആ സമയത്തിന്റെ പരിധി കഴിഞ്ഞുകൊണ്ടാവാം അവർ പറഞ്ഞത്. ഞാൻ ലാൽ സാറിനോട് പറഞ്ഞൊരു കാര്യം, എന്നകത്തേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ സാറിനെ കുറിച്ച് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു, എൻ്റെ തലമുറയിൽപ്പെട്ട ഒരു ആണുങ്ങളുടെ ഇടയിൽ ഒരു സൺഗ്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മുഖത്തേക്ക് എടുത്ത് വയ്ക്കും. മുഖത്തേക്ക് എടുത്ത് വെച്ച് ഒരു കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ നമുക്കറിയാണ്ട് നമ്മുടെ ഒരു ചരിവ് നമ്മളിലേക്ക് വരികയാണ്. ഈ ചരിവ് നമ്മളിലേക്ക് ആവേശിപ്പിച്ചത് വേറെ ആരുമല്ല, സാക്ഷാൽ മോഹൻലാലാണ്. പിസയിലെ ചരിഞ്ഞ ഗോപുരം പോലെ മലയാളത്തിന്റെ അത്ഭുതമാണ് ഈ ചരിഞ്ഞ മോഹൻലാൽ. അപ്പോൾ ഈ ചരിഞ്ഞ മോഹൻലാലിനോടൊപ്പം നേരെ ഇങ്ങനെ അടുത്ത് നിൽക്കാൻ പറ്റുമല്ലോ, അതെന്റെ ഭാഗ്യം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് ചരിഞ്ഞകത്തേക്ക് പോകാം. ഓക്കെ സാർ. അത് ശരിക്കും ഒരു മലയാളത്തിന്റെ ചരിഞ്ഞ വിസ്മയം മോഹൻലാൽ, ചരിഞ്ഞ അത്ഭുതം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു പ്രയോഗം ഞാനത് എൻ്റെതായ സിഗ്നേച്ചർ വധിച്ചു കൊടുത്ത ഒരു പ്രയോഗമാണ്. അത് ഒരുപക്ഷെ ആരെങ്കിലും ഒക്കെ കേട്ട് കൊള്ളാം എന്ന് പറയേണ്ടതായിരുന്നു. അത് അവിടെ വന്നില്ല. ഒരുപക്ഷെ ഇനി ഇത് കേൾക്കട്ടെ. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് കൊള്ളാം. ലോക മലയാളികളുടെ ചെരിഞ്ഞ ഗോപുരമായിട്ട് നടന വിസ്മയം, അതെ, നടന വിസ്മയം, കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ മലയാളത്തിന്റെ ചരിഞ്ഞ അത്ഭുതം മോഹൻലാൽ എന്ന് ഉള്ള ഒരു പ്രയോഗം കൂടി അതിന്റെ കൂട്ടത്തിൽ ചേരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. അങ്ങനെ തന്നെ പറ്റേ. അപ്പം ഇപ്പോഴത്തെ ഗെയിം എന്തായാലും കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാണുന്നുണ്ട്, എപ്പിസോഡ്സ് ഒക്കെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഗെയിം വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ ഫൈനൽസിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ള ഒരു വ്യക്തി ആരായിരിക്കും? അത് അവരാരെങ്കിലും വരട്ടെ, ഞാനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഞാനായിട്ട് പറഞ്ഞിട്ട് ആരും അങ്ങനെ വരികയും വേണ്ട. കാരണം ഞാൻ ഫൈനൽ 5 വരാൻ വേണ്ടി പോയ ഒരാളാണ്. ഞാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് അവര് വരട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ അവിടെ വന്നിട്ട് ആരോടും യാത്ര പറയാൻ നിന്ന ആളാണ്. പലർക്കും സംശയമുണ്ട് അതെന്തുകൊണ്ടാണ്. ഭയങ്കര ദേഷ്യമായിരുന്നു, ദേഷ്യപ്പെട്ട് ഇറങ്ങി പോന്നു ഔട്ട് ആക്കിയതിന്റെ പേരിൽ എന്നാണ് ചർച്ച വന്നത്. ശരിക്കും ചേട്ടൻ ദേഷ്യപ്പെട്ട് അവിടുന്ന് പിണങ്ങി പോരുവാണോ ചെയ്തത്? പലപ്പോഴും സിമി ശ്രദ്ധിച്ചിട്ടുണ്ടാവും, രഞ്ജിത്ത് ഒരു കർക്കശക്കാരനായിട്ടുള്ള ഒരാളാണ്, പരിക്കൻ സ്വഭാവമാണ് എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. ഞാനങ്ങനെ എൻ്റെ മുഖത്ത് നോക്കിയാൽ അങ്ങനെ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല. പക്ഷെ അടുത്തിരിക്കുമ്പോഴേ മാത്രമാണ് ഞാൻ തമാശ പറയുമെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ കാഴ്ചയിലൊരു പരുക്കനാണ്, കർക്കശക്കാരനാണ്. ഞാനൊരു പക്ഷേ എനിക്ക് വളരെ അടുത്തറിയാവുന്ന 4-5 പേരുണ്ട് അവിടെ, എന്നോടൊപ്പം വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളവരുണ്ട്. ഞാൻ അവരോട് യാത്ര പറയാൻ പോയാൽ എൻ്റെ കർക്കശ സ്വഭാവം, പരുക്കൻ മുഖമൊക്കെ മാറിയിട്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് മറ്റേ ഇത് കരഞ്ഞു പോകുന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ പൊട്ടിപ്പോവും. വലിയ ശരീരമായിട്ട് ഗുണ്ടബിനുമായിട്ട് പോയിട്ട് തിരിച്ചു വരുന്ന അവസ്ഥ ഞാൻ പൊട്ടിപ്പോവും. അത് എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ നിന്ന് തിരിച്ചിറങ്ങുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ആരോടും മിണ്ടാൻ നിൽക്കാതെ പെട്ടെന്ന് ഇറങ്ങിയത്. കരയുന്നുള്ള പേടി കൊണ്ട് മിണ്ടാതെ പോകുന്നതാണ്. അതാ ഞാൻ പറഞ്ഞത്, കരയുമെന്നുള്ളതല്ല, നമ്മൾ പൊട്ടിപ്പോവും. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവസാനം മോഹൻലാൽ സാറിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ആ കത്ത് വായിക്കുമ്പോൾ എന്തൊരു മനോഹരമായ പരാതിയാണിതെന്ന് പറയുന്ന സമയത്ത് എൻ്റെ ആ ഒരു
പൊട്ടൽ എനിക്ക് വന്നു. അതുകൊണ്ടാണ് ഞാൻ നേരെ കുനിഞ്ഞത്. ആ ഷോട്ടിൽ ഇപ്പൊ വരുന്ന വീഡിയോകളിലെ ഷോട്ടുകളിലെ നിങ്ങൾക്ക് കാണാം. അതുവരെ ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊരു മനോഹരമായ പരാതിയാണിത് എന്ന് പറയുന്ന സമയത്ത് ഞാൻ കരഞ്ഞു പോയി. ഒരു സെക്കൻഡ് പൊട്ടിപ്പോയി. അതാ ഒന്നാമത് അദ്ദേഹത്തിന്റെ പോലുള്ള ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് അത് കേൾക്കുമ്പോൾ, രണ്ടാമത് ഞാൻ ചെയ്തതൊന്നും നല്ല ആയല്ലോ എന്ന് പറഞ്ഞപ്പോ പൊട്ടിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാതെ പോകുന്നത്. ഫൈനൽ 5-ൽ എത്താൻ യോഗ്യതയുള്ള ആളെ പറ്റി സംസാരിക്കുന്നില്ല. ഒട്ടും അർഹതയില്ല എന്ന് തോന്നുന്ന ഒരു വ്യക്തിയാരായി എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവരുടെയൊക്കെ ശാപം കയറ്റുമോ? പറഞ്ഞിട്ട് പോവാൻ പറ്റുള്ളൂ. ഇല്ല ഈ ഇവരെല്ലാരും 100 ദിവസം നിൽക്കാൻ വേണ്ടി വന്നവർ ഒന്ന് റെന ഫാത്തിമയെ പറ്റി സംസാരിച്ചു. അത് ശരിക്കും സംസാരിക്കേണ്ട വിഷയം ആയതുകൊണ്ട് സംസാരിച്ചാണ്. അല്ലാതെ എനിക്ക് ആരോട് ശത്രുത അവിടെ? എനിക്ക് ആരും ശത്രുത എന്ന് പറഞ്ഞാൽ, ഞാൻ അക്ബർ എന്നെ എന്തുകൊണ്ടാണ് ആവശ്യമില്ലാതെ എന്നെ കോൺട്ര ചെയ്ത് തുടങ്ങിയത് എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. ഒരു പക്ഷേ അയാളുടെ ഒരു ഒപ്പോണന്റ് ആണ് ഞാൻ അന്ന് അയാൾ ധരിച്ചിട്ടുണ്ടാവും. രഞ്ജിത്ത് ചേട്ടനെ ഒതുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ ഷാനവാസ് നല്ല ഒരു മത്സരാർത്ഥിയാണ്, അനീഷ് നല്ല മത്സരാർത്ഥിയാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി തിരിച്ചു. ആര്യനെ സംബന്ധിച്ചിടത്തോളം ആരും ഔട്ടാക്കേണ്ടത് തനിയെ ഔട്ടാകുന്ന ലക്ഷണങ്ങളാണ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ആദ്യം മുതലേ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും നന്മമരം കളിക്കാനായിട്ട് പോയൊന്നുമല്ല. എന്റെ ബേസിക് നേച്ചർ ഇതാണ്. ഒരാള് എനിക്ക് എന്റെ അനുഭവങ്ങൾ വെച്ചിട്ട് എന്റെ മുമ്പിൽ ഇങ്ങനെ സിമി ചെയ്തത് ശരിയല്ലെങ്കിൽ അത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇങ്ങനെ ആക്കിയാൽ നല്ലതായിരിക്കും എന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ അങ്ങനെ തന്നെ ചെയ്തോ കേട്ടോ ഒന്നും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പറയില്ല. അതുവരെ ആര്യൻ ഒരുപാട് ബാലിശ്യമായ അപക്വമായ സ്വഭാവ വിശേഷങ്ങളുള്ള ഒരു മനുഷ്യനാണ്. ഈ കാണുന്ന സൈസും അവന്റെ സൗന്ദര്യവും ഒക്കെ ഒരു സൈഡിൽ കിടക്കുന്നെങ്കിലും അവൻ ഒരുപാട്, കാരണം വളർന്ന സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ വീട്ടിൽ ചിലപ്പോൾ ജോലിക്കാരുണ്ടാവും, പല കാര്യങ്ങളും തനിയെ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മള് വീട്ടില് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളർന്ന സാഹചര്യത്തിൽ ഞാൻ 5-6 വയസ്സ് പോലൊക്കെ ഓരോ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് തന്നെ അങ്ങനെ പഠിപ്പിച്ചു വന്നതോടുള്ളതുകൊണ്ട് കുറെ കാര്യങ്ങൾ കൂടുതൽ നമ്മൾ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇയാള് ഇപ്പോഴും പക്ഷെ അയാളുടെ ചില പ്രവർത്തികളിലും പറച്ചിലുകളിലും തനിയെ പുറത്തേക്കുള്ള വഴി കണ്ടുപിടിക്കാനുള്ള സാധ്യതകളാണ് എനിക്ക് കാണുന്നത്. അറിയില്ല, 100 ദിവസം ഉണ്ടല്ലോ. അനുമോൾ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന്. ചുമ്മാ പറഞ്ഞതാണ്. അയാൾ അങ്ങനെ മോശമായിട്ട് എനിക്കിപ്പോ എതിർപ്പുണ്ടെങ്കിൽ അയാൾ അങ്ങനെ മോശമായിട്ട്, പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഇത്രയും ക്യാമറയുടെ മുമ്പ് വെച്ച് ഒരു സ്ത്രീയോട് മോശമായിട്ട് നോക്കാൻ മാത്രം മണ്ടനൊന്നുമില്ല അയാള്. അല്ലെങ്കിൽ അങ്ങനെ മോശമായിട്ട് അവിടെ ഇപ്പൊ നമ്മളൊരു വീട്ടിൽ കുറച്ച് പേരെല്ലാരും കൂടി ഇരിക്കുക, അതാണോ പെണ്ണോ എന്നുള്ളതല്ല. പിന്നെ അവിടെ അതിനപ്പുറം വേറൊരു മോശം നോട്ടം ഒരിക്കലും സംഭവിക്കില്ല. കാരണം നമ്മൾ വീട്ടിലെ സ്ത്രീകളായി അത്രയും മാനസിക സംസ്കാരം ഇല്ലാത്തവരൊന്നും അവിടെ വരില്ല. അതുകൊണ്ട് അങ്ങനെ അത് പറഞ്ഞു എന്നുള്ളൂ. അതിന്റെ വാക്യാർത്ഥം എടുക്കണ്ട. അങ്ങനെ ഒരു മീനിങ് അതിനില്ല. ഇല്ല. അതുപോലെ തന്നെ കൂടുതൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ജിസേലിന്റെ പുറകെ നടക്കുന്ന മൊണ്ണകളാണ് ഇവിടെ ഉള്ള ആണുങ്ങൾ. അനു അങ്ങനെ ചിലപ്പോൾ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ദേഷ്യം പെട്ടെന്ന് വരിക, അങ്ങനെ പറയുകയും ചെയ്യുന്ന ആളെ. ഇമോഷണലി അയാൾ പെട്ടെന്ന് കരയുക, പെട്ടെന്ന് ദേഷ്യപ്പെടുക, ഇങ്ങനെ. എന്നിട്ട് അവിടെ ചെന്നിട്ട് ആദ്യം നോമിനേറ്റ് ചെയ്ത ആളാണ്, എന്നെ നോമിനേറ്റ് ചെയ്ത അനുമാണ്. അത് ഞങ്ങൾ എത്രയോ വർഷമല്ല, ഈ ഇതിന് പോകുന്നതിന് മുമ്പ് എത്രയോ നാൾ സ്ഥിരമായിട്ട് ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു അത്തരത്തിൽ നോക്കുമ്പോഴത്തേക്ക് എന്നോട് വളരെ അടുപ്പം കാണിക്കേണ്ട ഒരാളാണ്. പക്ഷെ ഫസ്റ്റ് നോമിനേറ്റ് ചെയ്തത് തന്നെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില വിശേഷങ്ങൾ, സ്വഭാവ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അവിടെ കിടന്ന് കരയും വെള്ളം വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനാണ് അത് അങ്ങനെയല്ല, ഇങ്ങനെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തൊക്കെ നിന്നിട്ടുള്ളൂ. പിന്നെ ഇത് ഗെയിമിന് വേണ്ടി ചെയ്യുന്നൊന്നും അല്ല ഇത്. അതങ്ങനെയാണ് അയാളുടെ രീതി, അതനുസരിച്ച് ചെയ്തു. ഈ ഷാനവാസിന്റെ ഗെയിം പ്ലാൻ എന്തായിട്ടാ തോന്നിയിട്ടുണ്ട്? ഷാനവാസ് ബുദ്ധിപൂർവ്വമാണ് നിൽക്കുന്നത്. ഷാനവാസ് ഞാനും മരുമകനും അമ്മായിയപ്പനും എന്നുള്ള രീതിയിൽ ഒരു 2-2.5 വർഷം ഒരു സീരിയൽ അഭിനയിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ആ കാലത്തുള്ള അടുപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അറിയാം. രണ്ടുപേരുടെ സ്വഭാവ വിശേഷങ്ങൾ എന്നെ അയാൾക്ക് അറിയാം, അയാൾക്കെന്നെ. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരൻ എന്നെ സപ്പോർട്ട് ചെയ്യുകയോ എന്നെ എതിർക്കുകയോ ചെയ്തിട്ടില്ല. സപ്പോർട്ട് ചെയ്താൽ ചിലപ്പോൾ പുള്ളിക്ക് ദോഷമാവും. എന്നെ എതിർക്കാതിരിക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ട്. അങ്ങനെയാണ് ഷാനവാസ് ആദ്യം ഞാനുണ്ടായിരുന്ന ആഴ്ച പോയിട്ടുള്ളത്. പിന്നീട് അനീഷിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നോക്കിയ കണ്ട ഒരാളാണ് ഷാനവാസാണ് നമ്മൾ പുറത്ത് കണ്ടത്. പക്ഷെ അനീഷിന്റെ സ്വഭാവം മനസ്സിലാക്കിയതിനു ശേഷം അനീഷിനെ വിളിച്ചിരുന്ന് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അയാൾ എഴുത്തുകാരനാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഏതാണ് നിങ്ങൾ വായിച്ചിട്ടുള്ള ഏറ്റവും നല്ല പുസ്തകങ്ങൾ, ആരുടെയൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു ഇരിക്കത്തില്ല. ഇയാൾ പോയി നടക്കത്തേ ഉള്ളൂ, ചന്തിക്ക് വരുമുണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ നടക്കുകയുള്ളൂ എപ്പോഴും. അപ്പോൾ ഞാൻ അയാൾ പോകുന്നതനുസരിച്ച് ഇങ്ങനെ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് അപ്പോൾ കൂടുതൽ സമയം നമുക്ക് തരത്തില്ല, മുങ്ങിക്കളയും, പോയി കളയും. എന്തെങ്കിലും 2-3 ദിവസം സംസാരിച്ചിട്ട് പിന്നെ അതിനുശേഷം കൃഷി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഒരു പ്രാവശ്യം പിടിച്ചിട്ട് അപ്പോഴും അങ്ങ് പൊക്കളയും. അപ്പൊ നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ ആദ്യത്തെ ആഴ്ച പുള്ളി, പക്ഷെ ഈ ഇപ്പോഴത്തുള്ള ദിവസങ്ങളിൽ പുള്ളി ചിലപ്പോൾ ശ്രദ്ധിയാകുമായിരുന്നു. കാരണം അവന്റെ ഗെയിം സ്ട്രാറ്റജിയൊക്കെ മാറി
മറ്റു ടാസ്കുകൾ ഗ്രൂപ്പ് ടാസ്കുകൾ വന്നപ്പോഴത്തേനും ഈ ഇൻഡിവിജ്വൽ എന്നുള്ളിടത്ത് ഗ്രൂപ്പുകളായി മാറി. അതെ, ഇപ്പൊ ഗ്രൂപ്പ് കളിയായിട്ട് മാറി. ടീമാവും സ്വാഭാവികമായിട്ടും. ആദ്യം ടീം ഇല്ലല്ലോ. ടീമിന് ബിഗ് ബോസ് ടീം കൊടുക്കുമ്പോഴാണ് നമ്മൾ ടീം ആവുന്നത്. നമ്മൾ കിച്ചൺ ടീം അങ്ങനെയുള്ള ടീമുകൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒഴിച്ചാൽ അതുകൊണ്ട് ആ സമയത്ത് അതിനകത്ത് വലിയ ബോണ്ടിങ് ഒന്നും വരുന്നില്ല. അല്ലാതെ മത്സരത്തിന്റെ സ്വഭാവത്തിലേക്ക് വരുമ്പോഴാണല്ലോ ബോണ്ടിങ്. അവരെ തോൽപ്പിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ പിന്നെ ശത്രുതയില്ല, ഇവിടെ ബോണ്ടിങ് ഉണ്ടാവും. അങ്ങനെ ആ സിറ്റുവേഷനിലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ കുറച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ഒരാഴ്ച കൊണ്ട് ഇത്രയ്ക്ക് മനസ്സിലാക്കാൻ പറ്റിയ എന്നുള്ളതാണ്. അല്ല, ഒരാഴ്ച കൊണ്ട് ഞാനിത് ഏതൊക്കെ ടീം ആരൊക്കെ എവിടെയൊക്കെ പോകും എന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. ബിന്നിയെ ആദ്യത്തെ ആഴ്ച തന്നെ മനസ്സിലാക്കിയിരുന്നു. ബിന്നിയുടെ ഒരു ടാക്ടിക്സ്, ബിന്നി ഒരു ടാക്ടിക്സ് ഉള്ള ഒരാളാണ് ബിന്നി. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ കൂട്ടത്തിൽ ബിന്നി മുമ്പോട്ട് തന്നെ പോകും. സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് മുന്നോട്ട് വരാൻ സാധ്യതയുള്ളൂ. കാരണം ബിന്നിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം, എന്ത് ബഹളം നടന്നാലും ബിന്നിയുടെ ശബ്ദവും കുഞ്ഞു ശബ്ദമാണ്. എത്ര ബഹളം നടന്നാലും ബഹളത്തിന്റെ ഇടയിൽ എവിടെയെങ്കിലും ബിന്നിക്ക് സംസാരിക്കാൻ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ ബിന്നിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് ബിഗ് ബോസ് ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരു എന്തായിരിക്കും രഞ്ജിത്തിന്റെ ഒരു ടാഗ് ലൈൻ അവിടെ പോകുമ്പോൾ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നല്ല കളിക്കാർക്ക് എപ്പോഴും പന്ത് കിട്ടും എന്നായിരുന്നു. അപ്പം ഞാൻ നല്ല കളിക്കാരനാകുമെന്നും എനിക്ക് പന്ത് കിട്ടുമെന്നൊക്കെ ഉള്ളൊരു ആത്മവിശ്വാസത്തിലാണ് നമ്മൾ, പ്രതീക്ഷയിലും വിശ്വാസത്തിലാണ് അവിടെ പോയത്. പക്ഷെ കളി തുടങ്ങി വന്നപ്പോഴത്തേക്കും ഞാൻ കളിക്കാരനാകുന്നതിന് മുമ്പ് പന്ത് കൈ കിട്ടുന്നതിനൊക്കെ പോയി, അതെന്നുള്ള വാസ്തവം. പക്ഷെ ബിന്നി നല്ല കളിയിലേക്ക് എത്തുകയും പന്ത് ബിന്നിയിലേക്ക് എത്തുകയും ചെയ്തു. ആ ടാഗ് ലൈൻ ബിന്നിക്കാട്ടെ. ശരിക്കും അവിടെ ഹൈജീനിൽ ഒരു പ്രോബ്ലം സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ബിഗ് ഷോയിലും അങ്ങനെയുള്ള ഒരു ടോക്ക് വരാറുണ്ട്. ശരിക്കും ചെയ്യാൻ അങ്ങനെ ഒരു ഹൈജീനിന്റെ പ്രശ്നം ഫീൽ ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ശീലങ്ങളുടെ ഭാഗമാണ്. പലപ്പോഴും നമ്മളവിടെ നമ്മളൊരു ബാത്റൂമിൽ കയറിയാൽ ബാത്റൂം അഗ്ലിയായിട്ടിരിക്കുകയാണെങ്കിൽ അത് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ബേസിക്. നമ്മൾ ഇടുന്ന വസ്ത്രം തനിയെ കഴുകുകയും നമ്മൾ പോകുന്ന ടോയ്ലറ്റ് നമ്മൾ തന്നെ ക്ലീൻ ആക്കുകയും ചെയ്ത് ശീലിച്ചിട്ടുള്ളത് കൊണ്ട് ആരെങ്കിലും നേരത്തെ പോയിട്ടുള്ള ഒരു വൃത്തികേടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് വൃത്തിയാക്കിയിട്ട് നമ്മൾ അതിനകത്ത് ഇരിക്കുകയുള്ളൂ. അതിനകത്ത് മുടി കിടക്കാറുണ്ട്, അല്ലെങ്കിൽ വേറെ അഴുക്കളൊക്കെ ഉണ്ടാവാറുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്ത് എൻ്റെ ശീലമാണ്. അതുകൊണ്ട് ഇതാരാണ് ചെയ്ത് വേണമെങ്കിൽ അവിടെ ഒരു ഈ ബിഗ് ബോസ് ആയതുകൊണ്ട് അവിടെ ഇവിടെ ആരാണ് ഇത് വൃത്തിയാക്കിയിരിക്കുന്നത് ചോദിച്ചിട്ട് അതിനെ ഒരു അരമണിക്കൂർ പ്രോഗ്രാം ആക്കി മാറ്റാം. മുടിയുടെ പ്രശ്നം പറയുന്നുണ്ടായിരുന്നു, ബാത്റൂമിൽ പെണ്ണുങ്ങളുടെ മുടി എപ്പോഴും കാണും. അത് സ്ഥിരമായിട്ട് ഉണ്ടാവുന്നതല്ലേ, പെൺകുട്ടികളുടെ മുടി കൊഴിയും. അപ്പൊ അതിനെ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റാൻ ഞാൻ ശ്രമിച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ചിലപ്പോൾ അതായിരിക്കും എൻ്റെ പരാജയം. ഇപ്പോൾ ആര്യൻ അവിടെ കൊണ്ടുവന്ന് ഈ പറഞ്ഞ പോലെ ചില അറിവില്ലായ്മ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തു. ഞാൻ പറയാം, ഇനി ചെയ്യരുത്, ഇപ്പൊ ചെയ്തത് ഓക്കെയാണ്, ഇത് മനസ്സിലായില്ല, അതിന് സൊല്യൂഷൻ ഇന്നതാണ്, വേറൊരു കവറിനകത്തുള്ളതാക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കുക, ശരിയേട്ടാ എന്ന് പറഞ്ഞത്. അതല്ലാതെ ഇത് അനീഷിന്റെ അടുത്ത് അങ്ങനെ ആയിരുന്നെങ്കിൽ അനീഷിന് അത് 1 മണിക്കൂർ ഷോ ആണ്. അപ്പൊ അങ്ങനെ ചെയ്യാതെ പോയത് എനിക്ക് ഷോയെ കുറിച്ച് അറിയാതെ പറ്റിയതാണോ എന്നറിയില്ല. പക്ഷെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇഷ്യൂവിൽ അതിന്റെ ശരി തെറ്റുകൾ നോക്കിയിട്ട് അതിനകത്ത് സംസാരിക്കാൻ, അതിന് സൊല്യൂഷൻ പറയാനും ശ്രമിച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും. ബിഗ് ബോസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റോറി പറയുക എന്നുള്ളതാണ്. രഞ്ജിതന് അങ്ങനെ ഒരു അവസരം തരാണ് ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ലൈഫ് സ്റ്റോറി എനിക്ക് കുറേ പറയാം. എന്നെ കുറിച്ച് പറയാം, എൻ്റെ അച്ഛനെ കുറിച്ച് പറയാം, എൻ്റെ അമ്മയെ കുറിച്ച് പറയാം, എൻ്റെ നാട്ടുകാരെ കുറിച്ച് പറയാം, ആരെ കുറിച്ച് വേണേലും. ഒരു കാര്യം വിട്ടു, കുടുംബത്തിനെ പറ്റി. കുടുംബത്തിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയില്ല. എനിക്കറിയാം അനീഷേട്ടൻ മാരീഡാണ്. അനീഷേട്ടനല്ലേ, രഞ്ജിത്തേട്ടൻ മാരീഡാണ്. ഒരു മോനുണ്ട്, മോനുണ്ട്, ഒരു മോളും ഉണ്ട്. ഇപ്പം കൂടെ ഇല്ല, അവരുടെ സ്പേസിലാണ്. ശരിക്കും ലൈഫിൽ അങ്ങനെ ഒരു ഭാഗം മാറ്റി വെച്ചിരിക്കുകയാണോ? ഞാൻ അവിടെ പോകുമ്പോൾ പറയാൻ വെച്ചിരുന്ന ഒരു വാചകമുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും ആളുകളോട് പറയാൻ വെച്ചിരുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് അഭിനയിക്കണമെന്ന് ആഗ്രഹം തോന്നി എൻ്റെ സുഹൃത്തുക്കളടുത്ത് പറയും എനിക്ക് അഭിനയിക്കണം, അത് ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് എന്നെ കളിയാക്കി സുഹൃത്തുക്കൾ. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ അഭിനയം അല്ലെങ്കിൽ എൻ്റെ അങ്ങനെ ഒരു സ്കിൽ എനിക്കുണ്ടെങ്കിൽ അതിനെ ഞാൻ സ്നേഹിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് അഭിനയിച്ചു തുടങ്ങി. അപ്പോൾ ഡബ് ചെയ്യാനായിട്ട് സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം സ്റ്റുഡിയോ കയറിയപ്പോഴത്തേക്ക് റെക്കോർഡിസ്റ്റ്, സൗണ്ട് എഞ്ചിനീയർ, എന്ത് ശബ്ദമാണ് ഇത്, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ ദേഷ്യപ്പെട്ടു അവിടെ. അന്ന് ഞാൻ എൻ്റെ ശബ്ദത്തെയും സ്നേഹിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് കുറേ പേര് ഇപ്പോൾ ജീവിതമൊക്കെ തുടങ്ങി, കുറേ പേര് വിശ്വസിച്ചിരുന്ന പലരും, കുറേ പേര്, ഒരാളൊന്നും അല്ല, 1, 2, 3 അല്ല, 4, 5 പേര് എൻ്റെ അടുത്ത് പണം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അത് എൻ്റെ അടുത്ത് ഇല്ലാഞ്ഞിട്ട് വേറെ പലരുടെയും സഹായിച്ച് വാങ്ങിച്ചു കൊടുത്തിട്ട് അത് തിരിച്ചു തരാതെ ചിരിച്ചുകൊണ്ട് നടക്കുന്ന കുറേ പേര്. അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കി പണത്തിൻ്റെ വാല്യൂ. അന്ന് മുതൽ ഞാൻ പണത്തെ സ്നേഹിച്ചു തുടങ്ങി.
അങ്ങനെ എല്ലാം കൊണ്ടും ജീവിതത്തിൽ ഒരുപാട് മോശമായ അവസ്ഥയിൽ ഉണ്ടായിരുന്നപ്പോൾ ആ മോശം അവസ്ഥയിൽ ഒപ്പം ഉണ്ടാവേണ്ടവർ ഒറ്റയ്ക്കാക്കി പോയപ്പോൾ ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ അഭിനയത്തെയും എൻ്റെ ശബ്ദത്തെയും ഞാൻ സമ്പാദിക്കേണ്ട പണത്തെയും എന്നെ തന്നെ ഞാൻ ഇപ്പോൾ സ്നേഹിക്കുന്നു. എനിക്ക് ഏറ്റവും ആദ്യം ഇപ്പോൾ സ്നേഹം എന്നോട് മാത്രമാണ്, അത് കഴിഞ്ഞാലും എന്നോട് തന്നെയാണ്. മക്കൾ എന്ത് പറയുന്നു? മക്കളൊന്നും പറയുന്നില്ല. ഇല്ല. സംസാരിക്കാറുണ്ടോ? ഇല്ല. മക്കളും സംസാരിക്കാറില്ല. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവർക്കെല്ലാം വേണ്ടതെല്ലാം കൊടുത്തു. ഒരുപക്ഷെ ഞാൻ അവർക്ക് അച്ഛനെ കൊടുത്തില്ലായിരിക്കാം. ശ്രമിച്ചിട്ടില്ലേ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്? ഞാൻ എൻ്റെ സ്വഭാവത, ഒരാൾ എന്നെക്കുറിച്ച് മോശമായിട്ട് ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ അവർ എന്നെ ഒന്നും അറിയാത്തതുകൊണ്ടാണ് എന്നെക്കുറിച്ച് മോശമായിട്ട് ചിന്തിച്ചത്. അവരങ്ങനെ ചിന്തിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അവരെ നേരെയാക്കാൻ ഞാൻ പോകാറില്ല. അത് അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് ഞാൻ ഒരിക്കലും പോകാറില്ല. എന്നെക്കുറിച്ച് നല്ലത് മാത്രമേ, എൻ്റെ എല്ലാ ദൗർബല്യത്തോടും കൂടി എന്നെ അറിയാവുന്ന ഒരാൾ എന്നെ മോശമായിട്ട് പറയില്ല. അങ്ങനെയുള്ള ഒരു 5 പേര് ലോകത്തുണ്ടായാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. 4 കോടി പേരും എന്നെ നന്നാക്കി കാണേണ്ട കാര്യമില്ല. അല്ല, മക്കൾ ആഗ്രഹിക്കില്ലേ അച്ഛനെ? അവരാഗ്രഹിക്കുമ്പോൾ ഞാൻ എപ്പോഴാണെങ്കിലും അവരുടെ അടുത്തുണ്ടാവും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ആവശ്യമുള്ള സമയത്ത് അച്ഛനുണ്ട്, അവർക്കുണ്ടാവും. ആവശ്യമില്ലാത്ത അവരുടെ മനസ്സിൽ സ്പേസ് ഇല്ലെങ്കിൽ ഞാൻ ഇടിച്ചു കയറാൻ ശ്രമിക്കില്ല. അത് മക്കളായാലും ലോകത്താരായാലും. രഞ്ജിത്തേട്ടന്റെ ലൈഫിൽ രഞ്ജിത്തേട്ടന്റെ അച്ഛൻ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? അച്ഛനാണ് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളത്. മൈ ഫാദർ ഇസ് മൈ ഹീറോ എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും ഒരു മടിയൊന്നുമില്ല. 82ാമത്തെ വയസ്സിലും അദ്ദേഹം ഇപ്പോഴും നമുക്ക് ഹീറോ തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ഞങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എനിക്കൊരു നഷ്ടപ്പെട്ട ബാല്യമുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ശരിയായിരുന്നു. പക്ഷെ മാർഗം ഞങ്ങൾക്ക് വേദന നൽകുന്നതായിരുന്നു. അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായില്ല. ഞങ്ങളുടെ മക്കളെല്ലാം ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ അന്തസ്സോടെയും സന്തോഷത്തോടെയും സാമൂഹ്യ മര്യാദയോടും കൂടി തന്നെ ജീവിക്കും. അവസരങ്ങൾ പലപ്പോഴും കിട്ടാതെ വന്നിട്ടുണ്ട്. അവഗണനകൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിപ്പോൾ ഈ രഞ്ജിത്ത് ഞാൻ മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ എന്നെ അവഗണിക്കപ്പെടേണ്ടവനാണെന്നുള്ളത് കൊണ്ട് വേറെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യേണ്ട ആളായതുകൊണ്ടോ ആവണമെന്നില്ല. മറ്റുള്ളവരെ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അവഗണിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അവഗണനകൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിൻ്റെ ഒരു സത്യത്തിലൂടെ യാത്ര ചെയ്യാന്നുള്ളതിനപ്പുറം വേറെ അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അവസരങ്ങൾ? ചോദിക്കാറുണ്ട്. ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അതിനകത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നിടത്ത് ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ഇതിപ്പോൾ തന്നെ ഈ പരമാവധി സംവിധായകരുടെ വീടുകളിലൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോകാൻ പറ്റുന്നിടത്തൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം ബിഗ് ബോസിൽ പോകുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംവിധായകരുടെ വീട്ടിൽ പോകുന്നതിനേക്കാളും ഈ സംവിധായകരെല്ലാം ശ്രദ്ധിക്കുന്നൊരു വീട്ടിൽ ഇരുന്നാൽ പിന്നെ എളുപ്പമായല്ലോ, കാര്യം എളുപ്പമായല്ലോ എന്ന് വിചാരിച്ചു പോയതാ. പക്ഷെ അവരൊക്കെ കണ്ണു തുറന്ന് ശ്രദ്ധിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇങ്ങനെ തിരിച്ചു വന്നു. അതിന് ശരിക്കും നഷ്ടബോധം ഫീൽ ചെയ്യുന്നുണ്ടോ? ഏതാ ഈ ഒരാഴ്ച കൊണ്ട് പോരേണ്ടി വന്നു എന്നുള്ളതിൽ? തീർച്ചയായിട്ടും അത് അങ്ങനെ ആയിരുന്നല്ലോ വേണ്ടിയിരുന്നത്. ഞാൻ പോയത് അവിടെ 100 ദിവസം നിൽക്കാൻ തന്നെയാണ് പോയത്. അതിനുള്ള ഒരു മെറ്റീരിയൽ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള വിശ്വാസത്തിലുമാണ് പോയത്. അപ്പം എൻ്റെ അടുത്ത് അവർ തന്നെ ചോദിച്ചു എവിടെയാണ് പാളിയത്. എനിക്ക് പാളിയിട്ടൊന്നുമില്ല. പിന്നെന്താണെന്ന് എനിക്കറിയില്ല. കാരണം അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ ഇനി അന്വേഷിക്കുമ്പോൾ അതൊക്കെ ശരിക്കും ഞാൻ പറഞ്ഞില്ല. ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഷോ ആണ് പ്രധാനം. അത് ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുക. കാരണം ഒരു തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ പുറത്ത് ചർച്ച ചെയ്യുകയും തീർന്നാലും പിന്നെയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരേ ഒരു ഷോ ബിഗ് ബോസ് അല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അവർക്ക് ഷോയാണ് പ്രധാനം. അല്ലാതെ രഞ്ജിത്തിന് നന്നാക്കണം, രഞ്ജിത്തിന് ഒരാഴ്ച കൂടെ നിർത്തി അവന് കുറച്ച് പോപ്പുലാരിറ്റി കൊടുക്കണം ഇല്ല. സമയം കിട്ടിയില്ല എന്നുള്ളത്. ഈ ഒരാഴ്ചക്കാലം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിച്ചു? എന്തൊക്കെയാണ് മാറ്റം? ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇന്ന കാര്യം ഞാൻ മാറ്റണമെന്ന് തീരുമാനിക്കുന്ന ഒരു കാര്യം? എനിക്ക് അവിടെ നിന്നൊന്നും മാറ്റാനായിട്ടുള്ളതൊന്നും ഞാൻ പഠിക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് അതിന് പഠിക്കാൻ ഞാൻ ഇത്രയും നാളെൻ്റെ ജീവിതത്തിൽ ഞാൻ ആർജിച്ചതിനേക്കാൾ എന്താണ് എനിക്ക് അവിടെ നിന്ന് കിട്ടാനുള്ളത്? അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ ബുദ്ധി കൂർമ്മതയുള്ളതോ അല്ലെങ്കിൽ സംസ്കാരമുള്ളതോ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും സ്വീകരിക്കാൻ മാത്രം ഉള്ള സമയവും കിട്ടിയില്ല. ഇപ്പൊ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ബിഗ് ബോസിൽ ഇപ്പോൾ നിൽക്കുന്നത്, ഇപ്പോൾ ബിൻസി കഴിഞ്ഞ ഔട്ടാകുമ്പോൾ ബിൻസി അത്യാവശ്യം സംസാരിക്കാൻ കഴിവുള്ള ആർജി ആയത് കാരണം ഒരു പൊതുവിജ്ഞാനം ഉള്ള ഒരാളാണ്, സാമൂഹ്യ ബോധമുള്ള ഒരാളാണ്, കാര്യങ്ങൾ വിശകലനം ചെയ്ത് സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ ബിൻസിയും കൂടെ ഔട്ടായി. അപ്പോൾ അതിനു മുമ്പ് അത്യാവശ്യം പത്രവായനയൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നാൽ സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ ആയിരുന്നു ഞാൻ. ഇനി അവിടെ ഇതുപോലെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ചർച്ച അവിടെ ഉണ്ടായാൽ ആര് സംസാരിക്കും? ശാരിക തന്നെ ഹോട്ട് സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ശാരിക എന്താണ് അവിടെ ചെയ്തിട്ടുള്ളത്? ഒരു ഹോട്ടും ഇല്ല അവിടെ, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ശാരികയ്ക്ക്. ശാരിക അവതാരികയാണ്, ഞങ്ങളുടെ ഇടയിൽ നിന്ന് വന്നൊരു വ്യക്തിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്.
നമ്മുടെ ഇടയിൽ ഞങ്ങളുടെ ഇടയിൽ. നമ്മുടെ ഇടയിൽ ഞാനും അവതാരകനായിരുന്നു. അതെ, എന്നാലും ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിൽ. അതെ. അപ്പം നല്ല രീതിയിൽ ഷോ ചെയ്തിട്ടാണ്, അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വന്നത്. രേണുസുതിയുമായിട്ടുള്ള ഇന്റർവ്യൂസ് കുറെ വൈറലായിരുന്നു. പക്ഷെ അവിടെ ചെന്നിട്ട് കഴിഞ്ഞ ആഴ്ച ചെയ്ത ഒരു മോക്ക് ഒരു സാധനം ഭയങ്കര വൈറലായിരുന്നു. രഞ്ജന ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കലാഭവൻ സരികമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ പറഞ്ഞ വാക്കുകൾ പലപ്പോഴും ബുദ്ധിമുട്ടില്ല. ശരിയെ ആദ്യമായിട്ട് അവിടെ വിളിച്ചിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ശരിയെ വിളിച്ചിട്ട് ഒരു ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ ചെയ്യിപ്പിച്ച ഞാനാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇന്റർവ്യൂ ചെയ്യാം. പക്ഷെ എന്നെ ചെയ്യുമ്പോൾ ഹോട്ട് സീറ്റ് അല്ല ചെയ്യേണ്ടത്, ഒരു ക്ലാസിക് ഇന്റർവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവർക്കും അതാണ് താല്പര്യം. കാരണം ഞാൻ ഹോട്ട് സീറ്റ് ചെയ്ത് എനിക്ക് ഒരു നല്ല ഒരു ജെന്യൂൻ ഇന്റർവ്യൂ ചെയ്യണമെന്നാണ്. ഞാൻ ധൈര്യമായിട്ട് എൻ്റെ മുന്നിൽ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ ഒരു ഇന്റർവ്യൂ ആണ് ചെയ്തത്. അപ്പം അതൊക്കെ ലൈവിലൊക്കെ വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ അറിയില്ല. അങ്ങനെ ആദ്യമായിട്ട്, കാരണം എന്തെങ്കിലും ചെയ്യാനായിട്ട് എന്തെങ്കിലും അവിടെ ആക്ടിവിറ്റീസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാവരും ഓരോരുത്തരും ചെന്ന് അവരവരുടെ ഒരു സ്കില്ലിനനുസരിച്ച് അവരുടെ കാര്യങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് വരുന്നത്. ആദില നൂറയും അനീഷും തമ്മിലുള്ള ഒരു വിഷയം വന്നപ്പോൾ അതിന് 2 ദിവസം മുമ്പേ ആദില നൂറയുടെയും മുമ്പിൽ അവർ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിന്റെ മുമ്പിൽ ഞാനൊരു പെർഫോമൻസ് ചെയ്തിരുന്നു. അത് ഈ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങളും പീഡനശ്രമങ്ങൾക്കും എതിരെ ഉള്ളൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അവരെനിക്ക് 2 കുട്ടികൾ, നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടികൾ, അവർ തമ്മിലുള്ള ഒരു ലവ് ബോണ്ട്, അതാണ് എന്നെ അട്രാക്ട് ചെയ്തത്. അതിലപ്പുറം അവരുടെ വേറെ ഒന്നുമില്ല. അത് അപ്പോൾ അത് അനീഷുമായിട്ട് ഞാനൊരു ഇഷ്യൂ ഉണ്ടായി വന്നപ്പോഴത്തെ ഏറ്റവും കൂടുതൽ നേരം അവർ വളരെ ചേർന്ന് നിന്ന് വിഷമം പങ്കുവെച്ച എൻ്റെ അടുത്താണ്. കാരണം ഞാൻ അതിനു മുമ്പ് സമാനമായ ഒരു വിഷയം അവരിലേക്ക് കൊടുത്തു. എനിക്കറിയില്ല അവരുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ പക്ഷേ ഈ കണ്ടന്റ് ഉണ്ടാക്കരുത് വന്നവർ കുറേ പേര് കൂടി ഉപദേശിച്ച് വന്ന് അവൻ്റെ മേളിൽ കയറി ആണ് പിന്നെ ആ വിഷയം അങ്ങനെ പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റിലാക്സ് ആയതിനു ശേഷം വീണ്ടും ഞാൻ കുറേ തന്നെ സംസാരിച്ചു. അങ്ങനെ എല്ലാവരുടെയും കാര്യങ്ങളിലേക്ക് പതുക്കെ ഞാൻ ഇടപെടുന്നുണ്ടായിരുന്നു. ഈ ആദിലയും നൂറയും തമ്മിലുള്ള ബന്ധം സോഷ്യൽ മീഡിയയിലും പുറത്തും 2 തരത്തിലുണ്ട്. ഒന്ന് ഉൾക്കൊള്ളുന്ന ആൾക്കാരുണ്ട്, ഉൾക്കൊള്ളാത്ത ആൾക്കാരുണ്ട്. രഞ്ജിത്ത് എന്ന വ്യക്തി അവരുടെ ബന്ധത്തെ എങ്ങനെയാണ് കാണുന്നത്? ശരിക്കും വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? 2 വ്യക്തികൾ തമ്മിലുള്ള അല്ല, അത് വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ അടുത്ത ജനറേഷനെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു പ്രധാന കാര്യം. അതിനപ്പുറം നമ്മൾ ഈ കാട് കയറി നടന്ന മനുഷ്യരാണ് ഒരു കാലത്ത്. ഈ പുരുഷന്മാര്, മൃഗങ്ങളും മനുഷ്യനും തമ്മിൽ വലിയ വ്യത്യാസമില്ലായിരുന്ന ഒരു കാലത്ത് മനുഷ്യൻ സാംസ്കാരികമായി മാറി വരുന്ന ഒരവസ്ഥയിൽ സ്ത്രീകളെ കൂടെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വിവാഹം എന്നൊരു കോൺസെപ്റ്റിലേക്ക് വന്നത്. ഒരു സ്ത്രീയെ ഒരു പുരുഷന് വിവാഹം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ത്രീ സേഫായി, കാരണം വേറെ ആണുങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാം. അങ്ങനെ ഒരു സാധനം അവർ സ്ത്രീകൾ കൂടെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സിസ്റ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ആയിരിക്കണം ഒരു പരിധി വരെ. പുരുഷനും അതുപോലെ തന്നെയാണ്. പിന്നെ വിവാഹം കഴിച്ച് ഒരിടത്തൊന്ന് ഒതുങ്ങിക്കൂടട്ടെ. ഇതിങ്ങനെ കാട് കയറി നടക്കുന്ന ശീലം പാടില്ലല്ലോ. എന്നാൽ അന്നും ഉണ്ടായിരുന്നിട്ടില്ല. കയ്യൂക്കൊള്ളവൻ കാര്യക്കാരനോ എന്നുള്ള കാര്യത്തിൽ അന്നും ഇതെല്ലാം ഉണ്ടായതുകൊണ്ട് ഇപ്പൊ നിയമങ്ങൾ മൂലം പലതും നിയന്ത്രിച്ചിട്ടുള്ളത് കൊണ്ട് ഇല്ലാത്തത്. ഇല്ലെങ്കിൽ ഇപ്പോഴും അത് ഈ നിയമങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇപ്പോഴും പുരുഷന്മാരുടെ ഒരു നേച്ചർ വെച്ച് അവരുടെ ഒരു ജീൻ വെച്ചിട്ട് സ്ത്രീകളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളത് ഇപ്പോഴും ഉണ്ടാകുന്ന സാധ്യതയുള്ളത്. അപ്പൊ ഈ അതിന്റെ എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഈ അടുത്തൊരു തലമുറ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ അതിന് കഴിഞ്ഞിട്ട് പിന്നെ വിവാഹം അല്ലെങ്കിൽ കല്യാണം ഒരുമിച്ച് താമസിക്കുന്നു എന്നാണെങ്കിൽ പറയാം. അതിനപ്പുറം ഇപ്പം കുട്ടികളെ സൃഷ്ടിക്കാൻ പല മാർഗങ്ങളുണ്ടല്ലോ. വേണമെങ്കിൽ അത് ചെയ്യാം. അല്ല, ഇപ്പൊ പുതിയ കാലത്തില് പുതിയ സാധ്യതകൾ ഒരുപാടുണ്ട്. ഈ പുതിയ സാധ്യതകൾ വരുമ്പോഴാണ് ഇതിന്റെ എല്ലാം ശരിക്കുള്ള ഒരു മൂല്യം പോയിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം യഥാർത്ഥ ഉദ്ദേശം പോയിട്ട് മാറിപ്പോകുന്നു. ഇതിന്റെ എല്ലാം യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നുള്ള മാറ്റിയിട്ട് ഇതിനുള്ള പകരം ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കും. വിവാഹം എന്ന് പറയുന്നത് കുട്ടികളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രമെന്നല്ല ഞാൻ പറഞ്ഞത്. അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അടുത്തൊരു ജനറേഷൻ ഉണ്ട്, ഒപ്പം ഇവരെ എല്ലാവരും സേഫ് ആക്കുക. ഇവരെ മറ്റുള്ളവരുടെ വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയോടുള്ള ഇപ്പോഴത്തെ നിലവിലുള്ള സമൂഹത്തിൽ പോലും വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് ഈ പൊട്ടിട്ടുകൊണ്ട് പോകുന്ന സുമംഗലിയായിട്ടുള്ള സ്ത്രീയെ എടുത്തുള്ള ഒരു പുരുഷന്റെ അപ്രോച്ചും അവൾ സെപ്പറേറ്റഡ് ആണ് അല്ലെങ്കിൽ ഡൈവോഴ്സ്ഡ് ആണ് എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന അപ്രോച്ചും രണ്ടാണ്. ഒരേ ഒരാളും ഒരു പുരുഷനും ഒരു സ്ത്രീയും നമ്മൾ തമ്മിൽ നല്ല പരിചയം. അപ്പോൾ സിമി ഇപ്പോൾ വിവാഹിതയാണ്, കുടുംബിനിയായിട്ട് കഴിയാണ്, വളരെ ഡീസൻ്റ് ഇടപാട്. പക്ഷെ ഒരു ദിവസം ഞാൻ അറിയാണ് സിമിയുടെ കുടുംബത്തിൽ എന്താ ഇഷ്യൂ ഉണ്ടെന്ന് പറയാം. പിന്നെ എൻ്റെ സ്വഭാവം മാറും. മീൻസ് ഇത് രഞ്ജിത്തിന്റെ കാര്യമല്ല പറഞ്ഞത്, ഇത് സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടും രീതിയും അതാണ്. ഇപ്പോഴും ഈ പറഞ്ഞ എന്തെല്ലാം സംവിധാനങ്ങളുണ്ടെന്ന് പറയുമ്പോഴും അതല്ലേ. എന്നിരുന്നാലും ഇത്രയും സമയം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നതിൽ ഒരുപാട് നന്ദി. വീണ്ടും നല്ലത് സംഭവിക്കട്ടെ ചേട്ടാ.
നല്ല സംഭവിക്കും. എൻ്റെ എല്ലാ പ്രയോറിറ്റിയും സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. സിനിമ ചെയ്യണം, എൻ്റെ ശരീരത്തിന് ഒതുങ്ങുന്ന ചില കഥാപാത്രങ്ങൾ ചെയ്യണം. അത് എവിടെയെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെയാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.